ഇന്ന് എൻ്റെ കൂടെയുള്ള രണ്ടാളുകളെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒറ്റ വരിയിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്നവർ എന്ന് വേണം പറയാനായിട്ട്. മലയാളി ഫ്രം ഇന്ത്യ എന്ന ഏറ്റവും പുതിയ മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ഡിജോ ജോസ് ആന്റണിയും ഒപ്പം തന്നെ ജേക്സ് വിജയും. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും അധികം എന്നെ അട്രാക്ട് ചെയ്ത ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊമോ തന്നെയായിരുന്നു. 6 മിനിറ്റ് നീണ്ട പ്രൊമോ. എന്തായിരുന്നു അതിന് പിന്നിലെ ഒരു ചേതോ വികാരം? അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയായിരുന്നു 6 മിനിറ്റ് ഇത് എന്തോന്നറിയ ഷോർട്ട് ഫിലിമാണ്. അതെ, ജെയ്ക്സ് ആണെങ്കിലും ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴേ. പക്ഷെ എനിക്ക് തോന്നും നമ്മള് ജനഗണമനയിൽ 4 മിനിറ്റ് ട്രെയിലർ ചെയ്തതാണ്. അപ്പോൾ അത് ഭയങ്കര റിസീവിങ് ആയിരുന്നു. ആൾക്കാരൊക്കെ ഭയങ്കര ഇത്രയും ലോങ്ങസ്റ്റ് ട്രെയിലർ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ സ്റ്റിൽ അത് ആൾക്കാർക്ക് തന്നെ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വിടുന്ന കോണ്ടന്റ് എത്ര ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന 3 മണിക്കൂർ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമകളാണ്. ആൾക്കാരെ എൻഗേജ്ഡ് ആണെങ്കിൽ ഓക്കെയാണ്. 6 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും അത് ഓക്കെയാണ്. അപ്പോൾ അത് ഓക്കെ ആയിരുന്നില്ലേ? ഓക്കെ ആയിരുന്നു, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഇപ്പൊ ജനഗണമനയാണെങ്കിലും ക്വീൻ ആണെങ്കിലും ഭയങ്കര പൊളിറ്റിക്കലി നല്ല നല്ല സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2 സിനിമകൾ വരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു സിനിമയായിരിക്കുമല്ലോ. അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാൻ പിക്ചർ അഭി ബാക്കി ഹേ അതല്ലാന്നില്ലല്ലോ. അല്ല അതൊരു അങ്ങനല്ല. എനിക്ക് ബേസിക്കലി നല്ലൊരു കഥ കേൾക്കുമ്പോൾ അത് സിനിമ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു മെസ്സേജിങ് ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ക്യാരി ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞ ഓരോ പഞ്ച് ഡയലോഗും എന്ത് തന്നെയാണെങ്കിലും പ്രേക്ഷകർക്ക് അത് കിട്ടാൻ കാര്യം ആ ഇമോഷൻ അവർക്ക് കിട്ടി, ആ കണക്ട് കിട്ടി. അപ്പം അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കഥകൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. ഐ മീൻ ചെയ്യാൻ പറ്റട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം, പ്രാർത്ഥന. അതല്ലാതെ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമയിലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇനി ചെയ്യുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ മലയാളിയുടെ ജീവിത കഥയാണ്. പക്ഷെ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി കളിയും, എന്നാൽ കളിയിൽ അല്പം കാര്യവുമുള്ള ഒരു സിനിമയാണ്. അതാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇത് പറയുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഇതിന്റെ പ്രൊമോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്, നിവിൻ പോളി തിരിച്ചു വന്നിട്ട് ചോദിക്കും മലയാളി ഫ്രം ഇന്ത്യ ആണോ ഭാരതാണോ? ഒരു പറയാതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അവിടെയും പറയല്ലേ? അല്ല, ബേസിക്കലി നമ്മളത് ആ ഡിസ്കഷന്റെ ഇടയിൽ എടാ ഇന്ത്യ ആണോ ഭാരതാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളതിനെ അങ്ങനെ ഇത് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല. നമ്മൾ പറഞ്ഞ എന്താ, രണ്ടും ഒന്നല്ലേ ബ്രോ എന്നാണ് ഞാൻ അവിടെ നിവിനോടും പറയുന്നത്. സെയിം തന്നെയാണ്, നമുക്ക് രണ്ടും ഒന്ന് തന്നെയല്ലേ. പക്ഷെ നമ്മള് അതൊരു റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ് അതിനകത്ത്. അതെ, എല്ലാവർക്കും അവരവരുടെ അതൊരു ഇപ്പൊ നമ്മുടെ ഇപ്പം സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. ഇപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങള് ഇപ്പം ഷാരസിന്റെയും ഡിജോയുടെയും എന്താ പറയാ ഒരു അവരുടെ ഒരു ഒപ്പീനിയനിൽ നിന്ന് വന്നതാണത്. പക്ഷെ അത് ലീവ് ഇറ്റ് ടു ദി ഓഡിയൻസ് ടു ഇന്റർപ്രറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു രീതിയിലാണ് ഇന്റർപ്രിട്ടേഷൻ വന്നത്, വേറെ ആൾക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. കുറച്ചും കൂടെ ഭയങ്കര പൊളിറ്റിക്കൽ ഒരു ചിന്താഗതിയുള്ള ഒരാൾ അത് ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. ഈവൻ ഒരു കോമഡി കലർന്ന ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ പോലും ആ 2 ഡയലോഗിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോയില് ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഷാരിസ് മുഹമ്മദ്, ഡിജോ, പിന്നെ ജേക്സ് വിജയ്, നിങ്ങൾ 3 പേരുടെയും 3ാമത്തെ സിനിമകൾ നിങ്ങൾ ഒന്നിച്ച് തന്നെ ഈ ഒരു ട്രയോ വിട്ടുപിടിക്കാൻ ഒരു ഉദ്ദേശമൊന്നും ഇല്ലേ? അത് എന്താ ജേക്സിന്റെ ഞാൻ ജേക്സ് എന്നൊക്കെ ഇന്റർവ്യൂല് വിളിക്കുന്നുണ്ട്. യൂഷ്വലി ജേക്സ് ബായതാ വിളിക്കല്ലേ. അപ്പൊ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഇവിടുന്ന് തെറിയാ. അപ്പൊ അല്ല, ബേസിക്കലി ഞാനൊക്കെ ജേക്സ് ബായുടെ ഭയങ്കര ഒരു ഇൻസ്പയർഡ് വേർഷൻ. ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷനാണ് ആദ്യം. അപ്പൊ ഞാൻ വിനീതേട്ടനെ കൊണ്ടൊക്കെ അപ്പൊ ഞാൻ ഇൻസ്പയർഡ് ആയത് മലയാളി എന്ന് പറയുന്ന ജെയ്ക്സിന്റെ ആൽബത്തിൽ നിന്നാണ്. അന്ന് ഭയങ്കര ഓർക്കുന്നുണ്ടോ, ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ജെയ്ക്സ് വിജയ്. അപ്പൊ ആൽബം ഡേയ്സിലെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് ട്രെൻഡിങ് ആൽബം ആയിരുന്നു മലയാളി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കോഫി അറ്റ് എംജി റോഡ് വിനീതേട്ടന്റെ ഷാന്റെ. അപ്പൊ അന്ന് അത് കണ്ട് ഞാൻ മ്യൂസിക് കീബോർഡൊക്കെ വായിച്ചിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ജെയ്ക്സ് വിജയ്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ ഏതോ ഒരു വീഡിയോയില്, ഏതാ നമ്മുടെ ലാക്കൊച്ചിന്റെ ഒരു ഒഫീഷ്യൽ സോങ് വീഡിയോ ഉണ്ട്, കൊച്ചി നമ്മ നാടെന്ന് പറഞ്ഞു. അതിന്റെ അടിയിൽ ജെയ്ക്സ് വിജയ് ഒന്ന് കമന്റ് ചെയ്തു. അപ്പൊ അത് ജെയ്ക്സ് വിജയ് കമന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യം. അന്ന് ജെയ്ക്സ് യൂസിലായിരുന്നു. അപ്പൊ എനിക്ക് അത്രയും ഇൻസ്പയർഡ് ആയിരുന്നു ജെയ്ക്സിന്റെ വർക്ക്സും. കാര്യം ഭയങ്കര ഒരു ഇത്. അപ്പൊ അന്ന് തൊട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ എന്റെ ഫസ്റ്റ് മൂവി ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സിനിമയില് ഡിജോ അതിൽ മലയാളം ജോൺ മാർക്കോസ് ജീന്റെ ഫസ്റ്റ് മൂവി. അപ്പൊ അതിൽ ഡിജോ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് അവൻ ഡയറക്ഷനിലോട്ട് വരുമെന്ന് കരുതിയില്ല കേട്ടോ. അത് അവന്റെ ഡിജോയുടെ ഒരു വലിയ ക്വാളിറ്റി അത്. അവന്
കൂടുതൽ ചിന്തിക്കുക, ഡിസ്കഷൻസ് ഒന്നുമില്ല, ചെയ്യുന്ന കാര്യം അങ്ങ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസ്കസ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവുമ്പോഴാണ് ആൾക്കാർ പിന്നെ അത് പ്രൊലോങ് ചെയ്ത് ഞാൻ കണ്ടുന്ന കുറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇപ്പോഴും ഡയറക്ടേഴ്സ് ആയിട്ടില്ല. അപ്പൊ അവർക്ക് പെർഫെക്ഷന് വേണ്ടിയുള്ള ഒരു പോരാട്ടവും ഇതോ ശരിയാവുക, ഒരു കൺഫ്യൂഷൻ, പിന്നെ അതില്ല, ഒരു സാധനം സ്ട്രൈക്ക് ആയാൽ അങ്ങ് പോയി ചെയ്യുകയാണ് അത്. അല്ല, അത് ഇപ്പൊ ജെയ്ക്സ് ബൈയുടെ കേസിലായാലും ഞങ്ങൾ തമ്മിൽ സോങ്സ് ഉണ്ടാക്കുമ്പോഴും സെയിം ഡിസ്കഷനാണ്. അപ്പൊ ആദ്യം ഒരു ഡിസ്കഷൻ വരും, പിന്നെ അത് കഴിഞ്ഞാൽ ജെയ്ക്സ് ബൈയുടെ സൈഡിൽ നിന്ന് എനിക്ക് ആ സാധനം കിട്ടിയ അത് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഇവൻ ഡിജോ ഒരു സ്ക്രിപ്റ്റ് പക്ഷെ ഹാരിസുമായിട്ട് ഒന്ന് അസിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും വളരെയധികം ചർച്ചകളും അടികളും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക്കലി അവന്റെ കാഴ്ചപ്പാട് പറയും. നമ്മളത്, ഞാൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞ എന്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, എഡിറ്റർ, ഞങ്ങളുടെ ഇത് പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഡിജോ ആണ് എടുക്കുന്നത്. അങ്ങനെ ആക്ച്വലി ഒരു സീരീസ് ഓഫ് ഡിസ്കഷനിലൂടെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് ഇവരുടെ ഞങ്ങളെ ഒരു ഫിൽട്ടർ ആയിട്ട് ഇവർ യൂസ് ചെയ്യും. അത് ഡിജോ എല്ലാവരും ഒരു സെറ്റ് ഓഫ് ആൾക്കാരോട് പോയി ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ചർച്ച ഈ 3 സിനിമകളും ഭയങ്കരമായിട്ടുണ്ട്. അത് ഇനി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് ഞങ്ങളെ ആയിരിക്കും ആദ്യം കാണിക്കുന്നത്, വെറും റഫ് കട്ട് പോലും. അത് വർക്കാവില്ല, അത് ഉറപ്പാ. അത് പലപ്പോഴും അങ്ങനെ ഞാൻ എന്തെങ്കിലും അപ്പൊ നമ്മള് ഭയങ്കര എക്സൈറ്റഡ്. കാര്യം അൾട്ടിമേറ്റ്ലി ഡയറക്ടർക്ക് അതിന്റെ ഒരു എൻഡ് വിഷൻ ഉണ്ടാവും, ഇത് നന്നായി. അത് എന്റെ മിസ്റ്റേക്ക് അറിയാം, പക്ഷെ എനിക്കത് ഇപ്പോഴും വർക്കാണ്. കാര്യം ഞാനത് ഫസ്റ്റ് ജെയ്ക്സിനും ശ്രീത്തിനും വയ്ക്കും. ഒബ്വിയസ്ലി ഷാരിസ് റൈറ്റർ അറിയും. അപ്പൊ ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ കൊടുക്കുന്ന ജെയ്ക്സ് എന്തു വാടേ ഇതാളോടാണ് ഈ വല വരച്ച്. അപ്പത്തേക്കും പിന്നെ ഞാൻ ജെയ്ക്സോട്ട് അടി, ഇതെന്ത് തേങ്ങയാണ്, പിന്നെ എന്നാ പിന്നെ നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര. അപ്പൊ ഇത് ഒരു ചെറിയൊരു സോങ് മാത്രമല്ല, അൾട്ടിമേറ്റ്ലി പല സീൻസിലും ഇതേ ഡിസ്കഷൻ വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ അതേ സാധനം തന്നെ ആയിരിക്കും ഫൈനൽ വരിക. എന്നിട്ട് ഒരു ജെയ്ക്സ് മ്യൂസിക് ചെയ്യുന്നു, ശ്രീത്തിന്റെ ടച്ച്, നമ്മൾ ഇതെല്ലാം കൂടെ വരുമ്പോ അതൊരു അപ്പൊ ദാറ്റ് ഈസ് വർക്കിംഗ്. അതാ ഞാൻ പറഞ്ഞ 1, 2, 3 ഇപ്പൊ ഞാൻ 3 സിനിമ ചെയ്തുള്ളൂ. ജെയ്ക്സ് എത്ര 50+, 60 ഓളം തമിഴ്, തെലുഗു, കന്നഡ എല്ലാം ചെയ്ത മലയാളം എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പക്ഷെ തുടങ്ങിയത് എന്റെ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. എന്റെ ഫസ്റ്റ് തൊട്ട് ജെയ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം ജെയ്ക്സുമായിട്ടുള്ള ജേർണി എന്റെയും ഒരു ആക്ച്വലി ആ ഒരു ഡിഫിക്കൽട്ട് ഫേസ് ആയിരുന്നു. ആ ഒരു 2017-18 ടൈമില് സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഹിറ്റ് ആവുന്നില്ലായിരുന്നു. കമേഴ്ഷ്യൽ ബോക്സ് ഓഫീസ് സക്സസ് ഇല്ലാത്ത സമയത്താണ് ഇവനിങ്ങനെ പുതിയ ആക്ടേഴ്സ്, പുതിയ പ്രൊഡ്യൂസർ, എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ പറയുന്നത് ആലോചിക്കുവാനും വേണ്ട, നമ്മൾ ആദ്യം അങ്ങോട്ടാണല്ലോ പോകുന്നത്, നെഗറ്റീവ് പരിപാടിയാണല്ലോ. ഇതെങ്ങനെ വർക്ക്ഔട്ട് ഇവിടെ സ്റ്റാർസിന് പോലും ആ സമയത്ത്. പക്ഷെ അവന്റെ ആ കൺവിക്ഷൻ ഈ പുൾഡ് ഇറ്റ് ഓഫ്. അത് വാട്സ് ഓഫ്. അതാ ചില സമയത്ത് ചില ആൾക്കാർ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ എത്ര അവരെ പറഞ്ഞ് പിന്തിരിപ്പിച്ചാലും അവരുടെ കൺവിക്ഷൻ അത്ര സ്ട്രോങ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് വർക്ക്ഔട്ട് ആവും. ആ പ്രോഡക്റ്റ് ആൾക്കാരോട് പോയി റെസനേറ്റ് ചെയ്യും. ഇപ്പോഴും പാട്ടൊക്കെ ഭയങ്കര ഹിറ്റല്ലേ, എനിക്ക് അതിലെല്ലാ പാട്ടുകളും ഞാൻ ശരിക്കും പറഞ്ഞ ജെയ്ക്സിന്റെ കൂടെ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഹാർഡ് കോർ ഫാനാണ്. നേരിട്ടിരിക്കുമ്പോൾ പറയില്ല, പക്ഷെ അതാണ് നമുക്ക് ജെയ്ക്സ് അങ്ങനെയാണ്. അപ്പൊ ജെയ്ക്സ് ഡെലിവർ ചെയ്യുന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ഭയങ്കര ശ്രദ്ധയുള്ള ആളാണ്. അപ്പൊ ജെയ്ക്സിന്റെ ക്വീൻ തൊട്ട് എനിക്ക് ഇത്ര പാട്ട്, എനിക്കൊന്ന് ക്വീനിലെ 6 പാട്ടുകൾ, 6 പാട്ടും എനിക്കൊന്ന് ജെയ്ക്സിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജെയ്ക്സിന്റെ എനിക്കൊന്ന് രണം കുറെ സിനിമകൾ. പക്ഷെ മലയാള സിനിമയിൽ എനിക്കൊന്നും ജെയ്ക്സിന്റെ ഒരു ക്വീൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകൾ ജെയ്ക്സ് ആണ്. അതിനുശേഷം സത്യം പറഞ്ഞ ജനഗണമനയിലും നല്ല പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് ജെയ്ക്സിനെ ഒന്നും പറയാനില്ല. ബേസിക്കലി മ്യൂസിക് ആണ്. അപ്പൊ ജനഗണമന ഒരു 3 സോങ് ആണ്, അതും എനിക്ക് പേഴ്സണലി കണക്ട്. പക്ഷെ അതൊരു കമേഴ്ഷ്യൽ സോങ് ആണെന്ന് ചോദിച്ചാൽ അല്ല. അത് മോർ ഓഫ് എ ജനഗണമന ആസ് എ ഫിലിം തന്നെ അത് വേറെ പാറ്റേൺ ആണ്, ത്രില്ലർ ഫിലിമല്ലേ. ഇത് കഴിഞ്ഞ് വരുന്ന മലയാളി ഫ്രം ഇന്ത്യയില് എനിക്ക് തോന്നുന്നു ജെയ്ക്സിന്റെ അങ്ങനെയല്ല, ജെയ്ക്സ് ഭായ് ആ പാട്ടുകളെല്ലാം എന്റെ പൊന്നാശാനെ നമുക്ക് വർക്കാ. അതായത് കൃഷ്ണ സോങ് ഒക്കെ അതാ ഞാൻ പറഞ്ഞ കൃഷ്ണ സോങ് ആക്ച്വലി ട്രിബ്യൂട്ട് ടു പഴയ ഭയങ്കര ഒരു സ്പൂഫ് സോങ് ആയിട്ടാണ് ഞങ്ങൾ അതിനെ പഴയ പ്രിയൻ സാറിന്റെ ഒക്കെ പടങ്ങളിലെ ഈസി ആയിട്ടുള്ള പാട്ടുകൾ കണക്ട് ആവണമെന്ന് പറഞ്ഞു. എനിക്ക് വന്ദന മൂവിയിലെ ആ ഒരു പാട്ടിന്റെ ഫീൽ ഒക്കെ ഇത് ജെയ്ക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ജെയ്ക്സിനോട് ഇല്ലടാ അത് പറ്റൂലടാ അങ്ങനെ ഞാൻ വേറൊരു പരിപാടി ചെയ്തായിരുന്നു. അല്ല, ജെയ്ക്സിന് യുണീക്ക്, അതാണ് ജെയ്ക്സിന്റെ ഐഡന്റിറ്റി. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞ അളിയ എനിക്ക് ഈ പാട്ട് ജെയ്ക്സ് ഭായ് പ്ലീസ്, ഇത് എനിക്ക് ഒരു യുണീക്നെസ്സും വേണ്ട, എനിക്ക് പക്ക കാര്യം ഒരു ആണ് പെണ്ണിന്റെ പുറം കിടക്കുന്നത് പൈങ്കിളി പാട്ടാ.
അത് ഇറ്റ് ഹാസ് ടു ബി ഭയങ്കര. അതും നിവിന്റെ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാ. ഒരു നാട്ടിൻപുറത്ത് ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരു വ്യാഴഘോഷ് അതിന്റെ അർത്ഥമായിട്ട് നടക്കുന്ന രണ്ടുപേരും പണിയില്ല. കൃഷ്ണ ആണ് നമ്മുടെ നായിക. അപ്പൊ കൃഷ്ണയെ വെച്ചൊരു പാട്ട് വേണം. കൃഷ്ണയ്ക്കാണെങ്കിൽ ഈ പുള്ളിക്കാരൻ വരുന്നതേ കലിയും. അപ്പൊ അങ്ങനെ ഒരു അവരുടെ ഒരു ലോകത്തിലോട്ടുള്ള ഒരു സോങ്. അപ്പൊ അതിന്റെ റെഫറൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വന്ദനത്തിലെ പാട്ട്, അങ്ങനത്തെ പല പല പാട്ടുകളുണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ജേക്സിനെ കൊണ്ട് അത് ചെയ്യിച്ചപ്പോൾ അത് ഭയങ്കര വർക്കായി. എനിക്കൊന്ന് ലിസ്റ്റിന് ഭയങ്കര വർക്കായി, നിവിന് വർക്കായി, എല്ലാവർക്കും ഷാരിസും ഞങ്ങൾക്കൊക്കെ ഭയങ്കര യുനാനിമസ്ലി കൊള്ളാം. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണ സോങ്. ഇതല്ലാതെ സിനിമയിൽ ഇപ്പൊ നമ്മുടെ ആന്തം, മലയാളി ആന്തം, അത് ജെയ്ക്സും ലിറിക്സ് എഴുതിയ ഷാരിസും സുഹേലും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാനും ജെയ്ക്സ് ഭായിയുടെ അടുത്ത് ആഗ്രഹിച്ചിരുന്നത് നമുക്ക് മലയാളികൾക്കായിട്ടൊരു ആന്തം വേണം. അതാണ് എത്ര 4 million സംതിങ്, അത് ഭയങ്കര വൈറലായി. അപ്പോൾ ആ സോങ് അത് ആഗ്രഹിച്ച പോലെ ഷാരിസും സുഹേലും ജെയ്ക്സ് ഭായും കൂടെ ഒരുമിച്ച് ലിറിക്സും മ്യൂസിക്കലി ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കിട്ടിയൊരു സോങ് ആണ്. അത് സിനിമയിലില്ല. ഇല്ല. അപ്പോൾ 7 സൗണ്ട് ട്രാക്സ് ഉള്ളതിൽ ഒരെണ്ണം ഇറ്റ് ഈസ് എ പ്രൊമോ സോങ്, മലയാളി ആന്തം, വേൾഡ് മലയാളം. അത് ഓൾറെഡി പാട്ടിന്റെ ഒരു തീമാണ് പടത്തിന്റെ മെയിൻ. മ്യൂസിക്കലി ആണെങ്കിൽ പോലും ആ പാട്ടിന്റെ എസൻസ് ആണ് അതിന്റെ തീംസും ലിറിക്കലിയും ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, മോർ ഓഫ് എ മലയാളി ഫിലിം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു മലയാളിക്കും കുറച്ച് കണക്ട് ആവാൻ പറ്റുന്ന, അതായത് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ കണക്ട് ആവുക. കാര്യം ഇത് അവന്റെ കഥയാണ്, നമ്മുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയായിട്ടാണ് ഞങ്ങൾ പോർട്രേ ചെയ്യുന്നത്. അപ്പൊ മലയാളി ആന്തം ജെയ്ക്സിന്റെ ഈ നമ്മുടെ ഈ 7 പാട്ടിൽ ഒരെണ്ണം which is not part of the film but it is in some way or the other. സ്കോറിൽ മലയാളത്തിന്റെ ഒരു എസൻസ് ആണുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ബാക്കി എനിക്കൊന്ന് ജൂക്ക് ബോക്സ് നമ്മൾ ഇന്ന് വിടുന്നുണ്ട്. അപ്പൊ അത് ബാക്കി 6 പാട്ടും പിന്നെ നമ്മൾ ലിറിക്കൽ വീഡിയോ ഇട്ടു. അത് ഭയങ്കര രസമുണ്ട്. ഐ മീൻ നമുക്ക് രസം നമ്മൾ പറയണ മാത്രമല്ല കേട്ടോ, നമുക്ക് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ് വേൾഡ് ഓഫ് ഗോപി, അതും നല്ല റെസ്പോൺസ് ഉണ്ട്. സോ ഹാപ്പിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ മലയാളി ആന്തം എനിക്ക് തോന്നുന്നു സോഷ്യൽ റിഫോമേഴ്സിന്റെ എല്ലാ പേരുകളൊക്കെ വെച്ച് അങ്ങനെ ഒരു പാട്ട് എങ്ങനെയാണ് ആ ഒരു പാട്ടിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ അത് വന്ന ഒരു വഴി എങ്ങനെയായിരുന്നു? അത് മലയാളി ഫ്രം ഇന്ത്യ എന്നാണല്ലോ പടത്തിന്റെ ടൈറ്റിൽ. മൂവി കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ കോൺസെപ്റ്റ് ആ പാട്ടിലുണ്ട് ആക്ച്വലി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മലയാളി ഒരു പ്രൊമോ സോങ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഷാരിസിന്റെ ഒരു തോട്ടായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഡിജോയ്ക്കൊരു മലയാളികൾക്ക് പ്രൗഡാകുന്ന ഒരു പാട്ട് വേണമെന്ന് പക്ഷെ അതിന്റെ ഒരു എപ്പോഴും അങ്ങനെയാ. അപ്പം വരികള് കുറച്ച് സ്ക്രാച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് സ്ക്രാച്ച് എഴുതി വന്നപ്പം ഷാരിസ് എഴുതി വന്നപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ യുണീക്ക് ആക്കുന്ന, മലയാളികളെ യുണീക്ക് ആക്കുന്ന കുറെ ഘടകങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ സെക്യുലറിസവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് പോരാടിയ ആൾക്കാരുടെ പേരും റിഫോമേഴ്സും അവരെയൊക്കെ വെച്ചിട്ട് എന്നാ ഒരു പെപ്പി രീതിയിലുള്ള ഒരു പാട്ടായിരിക്കും. ഒരുപാട് ഉപദേശ ലൈൻ വേണ്ട കാര്യം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലിറിക്സിലെല്ലാം വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വലി അത് നിവിന്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇപ്പൊ കൊച്ചുണ്ണിയുടെ നാടാന്ന് പറയുമ്പോൾ നിവിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. കാരണം നിവിൻ കാര്യങ്ങളും അപ്പൊ നമ്മളെല്ലാവരെയും റെഫർ ചെയ്യാൻ പറ്റുന്ന എല്ലാവരെയും നമുക്ക് വേണ്ടി മലയാളികൾ പ്രൗഡാവുന്ന എല്ലാ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ മലയാളിയാടാ എന്ന് പറയുന്ന ഒരു. പിന്നെ അതിനകത്ത് ഒരു തമിഴ് റാപ്പ് വേഴ്സ് ഉണ്ട് അസൽ കോലാറിനെ കൊണ്ട്. അപ്പൊ അസൽ ഞാൻ കരുതിയെന്ന് വെച്ചാല് മലയാളം റാപ്പ് ഇടാം, പക്ഷെ ഐ തോട്ട് നമ്മൾ ഏറ്റവും അടുത്ത് കയറിക്കുന്നത് തമിഴ് കൾച്ചറുമായിട്ടാണ്. അത് ആക്ച്വലി ഞാനും ജെയ്ക്സും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ജെയ്ക്സ് ആണ് പറഞ്ഞത്. അതായത് തമിഴ് നമുക്ക് റൂട്ട്സ് ഞാനൊക്കെ അവിടെ പഠിച്ചതും സ്പെൻഡ് ചെയ്തതും. സോ ഐ തോട്ട് ഓക്കെ അവരുടെ വാട്ട് ഇസ് ദെയർ എക്സ്പെക്ടേഷൻ, ആ ഒരു ബ്രദർഹുഡ് എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു അസൽ കൊല്ലാറാണ്. സോ തോട്ട് ആക്ച്വലി ഇതായിരുന്നു ഒരു നല്ല ഒരു പെപ്പി ആയിട്ട് നമ്മുടെ കുറച്ച് സീരിയസ് കാര്യങ്ങൾ പാക്കേജ് ചെയ്യാന്നുള്ളതായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയുടെ. പക്ഷെ സീരിയസ് അല്ല, അതിനൊരു രസകരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ഇതിന് പ്രൊമോ കണ്ടപ്പോൾ വിചാരിച്ചു പക്കാ കോമഡി പടം. ഇപ്പൊ ടീസർ വന്നിട്ടുണ്ടല്ലോ, ടീസറിൽ ആ ട്രാക്കൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. പറഞ്ഞു പറ്റിക്കായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ. അല്ലല്ല അങ്ങനെയല്ല കേട്ടോ. ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടീസർ കണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ഭയക്കൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. സിനിമ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ലൈറ്റർ സിനിമയാണ്. നമുക്ക് ഇപ്പൊ ഹ്യൂമറിന് ഓരോ അളവുകളുണ്ട്. അത് ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് 1-on-1. എനിക്ക് തോന്നിയ പോയിന്റ് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രോമോ ചെയ്തു. അതിൽ ആക്ച്വലി ഡയറക്ടറും ആക്ടറും തമ്മിലുള്ള ഡിസ്കഷനാണ്. അതിൻ്റെ ഒരു ചെറിയ എസെൻസ് നമ്മുടെ മലയാളി ആന്തത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് ഇത് ഭയങ്കരമായിട്ട് എന്തോ
1-on-1 കോമഡി അടിച്ച് അല്ല. നമ്മുടെ സിനിമ പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നിതിൻ മോളി എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനത് ഷൂട്ട് ചെയ്യാൻ നേരത്താണ് ഞാൻ ആക്ച്വലി അന്ന് നിവിൻ കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ അന്ന് വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ നിവിൻ വന്നിട്ട് എടാ ഇത് തന്നെയല്ലേടാ ഞാൻ വർഷങ്ങൾ അറിഞ്ഞ് നമ്മൾ. പക്ഷെ അത് നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പക്ഷെ വന്നപ്പോൾ വീണ്ടും ഈ നിതിൻ മോളി എന്നുള്ള ഒരു ഫാക്ടർ എടുക്കുമ്പോൾ അതല്ല നമ്മുടെ സിനിമ. ഓരോ സിനിമയ്ക്ക് ഒരു സ്വഭാവമല്ലേ. അപ്പൊ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ പൂർണ്ണമായിട്ടും ഒരു ഫൺ എന്താ ലാഫ് റൈറ്റ് എക്സ്പെക്ട് ചെയ്താൽ ദാറ്റ് ഈസ് നോട്ട്. നമ്മുടെ സിനിമയിൽ കളിയുണ്ട്, തമാശയുണ്ട്, എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു സാധാരണക്കാരനായ മലയാളിയുടെ കഥ. അതാണ് നമ്മുടെ സിനിമയുടെ ആക്ച്വൽ ഡെഫിനിഷൻ. മലയാളി ഒരു ഇൻട്രസ്റ്റിംഗ് ജോണർ ആണ് ഇവര് ഡിസൈൻ ചെയ്തത്. അപ്പൊ അതിനെ പല പല ഡയമെൻഷൻസ് കാണിക്കുകയായിരുന്നു. ഇപ്പൊ പാട്ടിലൂടെ അതിനകത്ത് ഒരു നാട്ടിൻപുറം എപ്പിസോഡ്, എന്നാ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു സീരിയസ് ട്രാക്കിലൂടെ സിനിമ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ എന്നാ സെക്കൻഡ് ഹാഫിലെ കുറച്ച് കാര്യങ്ങൾ ഇതിനെ റിവീൽ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊന്നും റിവീൽ ചെയ്യാത്ത രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യണം. സോ അതായിരുന്നു ഒരു ചാലഞ്ചിങ്. ഇതിനെ എങ്ങനെ ആൾക്കാരോട് പ്രസന്റ് ചെയ്യാം. പക്ഷെ ഒരു രൂപ ഇപ്പൊ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. ആ രൂപം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഐ മീൻ എന്താ പറയാ, നിങ്ങൾ ഇനി May 1 പടം കാര്യം നമ്മൾ ഹൈപ്പ് കൂട്ടാനോ ഹൈപ്പിന് വേണ്ടിയിട്ടോ അല്ല. ഇതെല്ലാം ഓൾറെഡി പ്ലാൻഡ് ആണ്. ഈ പ്രോമോ സാധനങ്ങളും മലയാളി ആന്തം സിനിമയിലില്ല. അത് റിയാലിറ്റിയാണ്. അപ്പൊ അതും ഇത്രയും വിജയിപ്പിച്ചെന്ന് മലയാളികൾ തന്നെയാണ്. പക്ഷെ അത് സിനിമയെ പ്രതീക്ഷ വരുന്നത് അത് ഭയങ്കര റോങ് ഇതല്ല ഞാൻ കൊടുക്കുന്നത്. അത് സിനിമയിൽ അതല്ല വൈബ്. സിനിമ ഒരു സാധാരണ നാട്ടിൻപ്രദേശക്കാരന്റെ ഒരു മലയാളിയുടെ കഥയാണ്. അത് പ്രതീക്ഷ വന്നാൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ഒരു മെസ്സേജിങ് ഉണ്ട്. അത് ഒരു നല്ലൊരു ടേക്ക് അവേ ഉണ്ട്. അതെനിക്ക് തോന്നി പടം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നല്ലൊരു ടേക്ക് അവേ. അത് ഒരു ഡിസപ്പോയിന്റഡ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി സിനിമ അതെ ഞാൻ മുന്നേ പറഞ്ഞത്, സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവാതിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് ആസ് എ മലയാളി ഡിസപ്പോയിന്റഡ് ആവില്ല, നിരാശപ്പെടും. അതാണ് പറഞ്ഞത് ആസ് എ മലയാളി. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈറ്റിൽ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്. മലയാളി ഫ്രം ഇന്ത്യ ഇസ് ബേസിക്കലി മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്ട്. ആക്ച്വലി ഇതിലെ നിതിൻ മോളിയുടെ കോസ്റ്റ്യൂം ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. അത് ചോദിക്കുന്നതിന് മുന്നേ ഓർമ്മയുണ്ട്. ഇനി എനിക്ക് ജെയ്ക്സിനോട് വളരെ വിശദമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. എങ്ങനെയാ എടുക്കുന്ന പാട്ടുകളെല്ലാം ഇങ്ങനെ സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റുന്നത്? എല്ലാ ഇന്റർനാഷണൽ ലെവലിൽ വരെ അറിയപ്പെടുന്ന പാട്ടുകളായി മാറുന്നു. എങ്ങനെ സാധിക്കുന്നു? വളരെ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചത്. അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം പാട്ടിൽ ആൾക്കാർക്ക് റീച്ച് ആവണം, ലിറിക്സ് കുറച്ച് എല്ലാം നമ്മുടെ കഴിഞ്ഞ കൊല്ലം കലാപകാര അല്ലെ പാലാപ്പള്ളി ഇതൊക്കെ എല്ലാവരിലോട്ടും ഒന്ന് മേക്ക് ഷുവർ ആ ഒരു വൺ പർട്ടിക്കുലർ സോങ് ഒരു പടത്തിൽ ഒരു ഹിറ്റ് ഒരു എന്താ പറയുക ഒരു ബിഗ് മൂവിൽ അങ്ങനെ ഒരു പാട്ടെങ്കിലും നല്ലപോലെ റീച്ച് ആവണമെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഫസ്റ്റ് ജഡ്ജ് ഞാൻ തന്നെയാണ്. നമുക്കൊന്ന് ഇഷ്ടപ്പെടണം, അത് റിങ് ആവുന്നുണ്ടോ നോക്കും. ബാക്കിയെല്ലാം ഇറ്റ് ഹാപ്പൻസ്. അല്ലാതെ ഇപ്പൊ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ മൺസൂൺ മാംഗോസിന്റെ അകത്തെ ആ ഒരു പാട്ടാണേലും രണത്തിന്റെ അകത്തെ പാട്ടാണേലും സിനിമ ഇറങ്ങിയപ്പോ അത് ഹിറ്റ് ആയതിനേക്കാളും കൂടുതൽ ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു കാലതാമസം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഹിറ്റ് ആവാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഹിറ്റ് ആവുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും? അത് ഈ രണ്ട് പാട്ടുകൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ബാക്കി അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ചില പാട്ടുകൾ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒരു പാട്ട്, ഇപ്പം തീയാണ് നെഞ്ചത്ത് എന്ന് പറഞ്ഞ പത്രോസിന്റെ പടപ്പുള്ള ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്ങാണ്, പക്ഷെ ആരും കേട്ടിട്ടില്ല. അപ്പൊ അത് ചിലപ്പോ ഒരു സമയം. പക്ഷെ ഇപ്പൊ തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവയിലെ ഇരുവഴി എന്നൊരു സോങ്, ആ സമയത്ത് ഞാൻ തരുൺ ഷോക്ക്ഡായി പോയി. നോബഡി ഈവൻ ലിസൺ ടു ഇറ്റ്. കാരണം അതേ പ്രീവിയസ് ഇയറിലായിരുന്നു പറയുവാൻ അതേ ജോണറിലുള്ള ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇപ്പൊ പിള്ളേർ അതേ ടേക്കിംഗ് ഇറ്റ് അപ്പ്, റീൽസ് ഒക്കെ വരുന്നു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു ആസ് എ മ്യൂസീഷ്യൻ യു ഗിവ് യു, നമുക്ക് ഇഷ്ടപ്പെടണം, നമ്മൾ അതിന് പരമാവധി മാക്സിമം ഇട്ട് നിറയ്ക്കുക. വോട്ടെവർ നിറയ്ക്കുക എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റിലില്ല, വോട്ടെവർ ഐഡിയാസ് വി ക്യാൻ ഫോർ ദ സോങ്, ഗിവ് യു 100%. അത് ഇന്നലെ നാളെ അത് റെസനേറ്റ് ചെയ്യും. നമുക്ക് റെസനേറ്റ് ആയിട്ടുണ്ട്, അല്ല വെറുതെ ഒരു നെയിം സേക്കിന് ചെയ്താൽ അത് ആർക്കും കണക്ട് ആവില്ല. പക്ഷെ നമുക്കും നമ്മുടെ സ്റ്റുഡിയോയിലുള്ളവർക്കും നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്കും ആ പാട്ട് കണക്ട് ആവുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ അതിന്റെ ഒരു സോൾ ആൾക്കാരിലൂടെ എത്തും. അത് പഴയ പാട്ടുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും അതങ്ങനെയല്ല. എന്തോരം സോങ്സ് ഇപ്പോഴും റെസനേറ്റ് ചെയ്ത് നിൽക്കുന്നു. അതിന്റെ റീസൺ അതാണ്. യു ഹാവ് ടു ഗിവ് യു 100% ടു ദാറ്റ് സോങ്. അതാണ്
ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പേഴ്സണൽ ഫേവറേറ്റ് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓ ഇത് ഞാൻ ചെയ്തതാണ് എന്നൊരു അഭിമാനമൊക്കെ തോന്നി ഭയങ്കരമായിട്ടും സന്തോഷം തോന്നിയൊരു പാട്ട് ഏതായിരിക്കും? അത് അടുത്ത പാട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ജേക്സിന്റെ അടുത്ത് പറയാറ് മലയാളി ആന്തം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. മലയാളി എന്താ എല്ലാ പാട്ടിലും ഐ ഫീൽ നെക്സ്റ്റ് സോങ് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി മ്യൂസിക് കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ അതില് പർട്ടിക്കുലർ ഏതെങ്കിലും രാഗങ്ങളിൽ വെച്ച് എങ്ങനെ ആ കണക്ടിവിറ്റി ആൾക്കാരിലോട്ട് കുറച്ചുകൂടെ കൊണ്ടുവരാം. എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ആടിയാണ് ജെയ്ക്സിന്റെ ഇപ്പൊ പൊറിഞ്ചും അറിയാം അങ്ങനെ എല്ലാ ജോണേഴ്സും ടച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു ടച്ച് ചെയ്ത് അത്യാവശ്യം എല്ലാ ജോണേഴ്സും കവറപ്പ് ചെയ്ത് അതിലെല്ലായിടത്തും അവരുടെ സ്പേസും എത്തിക്കാൻ ജെയ്ക്സിന് പറ്റിയിട്ടുണ്ട്. ആസ് ഇൻ പൊറിഞ്ചും അറിയാം ആയിക്കോട്ടെ, എല്ലാ രീതിയിലും കമേഴ്ഷ്യൽ ആയിക്കോട്ടെ, അല്ലാത്ത ഒരു ക്ലാസിക് മോഡേൺ ആയിക്കോട്ടെ, എല്ലാ ജോണറും എനിക്ക് തോന്നുന്നു ജെയ്ക്സ് ബായ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, എല്ലാ മ്യൂസിക്കൽ ജോണേഴ്സും ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഒരു അതങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എല്ലാ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പറയും എനിക്ക് ഒരു പക്ക മൊസ്റ്റ് പഠിക്കുന്ന ഈ പാട്ട് തന്നെ വേണമെന്ന് പറയുമ്പോൾ പുള്ളി ഡെലിവറി ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ തന്നെ യുണീക്ക് പീസ് ആയിട്ട് അതങ്ങനെ അത്ര ഈസി കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് തിങ് ആൻഡ് ഐ തിങ്ക് ജെയ്ക്സ് ഭയങ്കരമായിട്ട് അത് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അല്ല സീരിയസ്ലി അത് ഈസി അല്ല. എല്ലാ പടവും ഇപ്പൊ ഞാനും ശ്രമിക്കുന്ന അതാണ്. ഇപ്പൊ ഓരോ സിനിമ എല്ലാ സിനിമയും ഒരേപോലെ ആവരുതല്ലോ. അപ്പൊ എനിക്കും ഒരു ലൈറ്റർ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റും മലയാളി ഫ്രം ഇന്ത്യയിലൂടെ. അപ്പൊ ജെയ്ക്സിന് ഇതേപോലെ എല്ലാ സൈഡും ഡൈമെൻഷൻസ് കവർ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല കാര്യം. ഇതിന്റെ പ്രൊമോ കണ്ട സമയത്തില്ലേ നിവിന്റെ അതായത് ഗോപിയുടെ കട്ട ചങ്കായിട്ട് ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിലേക്ക് വന്നത് അജു വർഗീസിന്റെ മോക്ക. അത് ഞാൻ കമന്റ് നോക്കിയപ്പോ അവിടെയും ഉണ്ട് അജു വർഗീസ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ ഒരു കൂട്ടുകെട്ടങ്ങ് മാറ്റി പൊളിച്ചെഴുതിയിട്ട് ധ്യാനിനെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് തോന്നി? പൊളിച്ചെഴുതിയൊന്നുമല്ലോ. നിവിൻ അജു കോമ്പിനേഷൻ കാണാത്ത എനിക്ക് തോന്നുന്നു മലയാളികൾ എന്ന് പറയുമ്പോൾ എന്തിനാണ് മലയാളികൾക്ക് സിക്സ് പാക്ക് തൊട്ട് നമ്മൾ കാണുന്ന കോമ്പിനേഷനാണ്. ഇപ്പൊ അജു ഒക്കെ ആയിട്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ ഈവൻ അജുവായിട്ട് നമ്മുടെ പടത്തിന്റെ ഓരോ ഇത് കഴിയുമ്പോൾ അജു പറയണം നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബ്രോ വിളിച്ച് പറയായിരുന്നു. അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ പൊളിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. അത് നമ്മൾ കാണുന്നതാണ്, നമുക്ക് ഇനിയും കാണണം. ആക്ച്വലി അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അന്നൊരു ഈ ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒപ്പം അങ്ങനെയല്ല, ബേസിക്കലി ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഗോപിക്ക് ഒരു കൂടെ നിൽക്കുന്ന ക്യാരക്ടർ മൽഘോഷ്. അപ്പൊ മൽഘോഷിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രൂപം എടുത്തപ്പോഴാണ് ഒരു ധ്യാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്തത്. അത് ആക്ച്വലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര വർക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ കൃഷ്ണ സോങ്ങിൽ എന്റെ ആഗ്രഹം വിനീതും ധ്യാനും കൂടെ പാടാനായിരുന്നു. ധ്യാൻ അതിനകത്ത് 2 ലൈൻ പാടുന്നുണ്ട്. ധ്യാനും ഒരുപാട് പാടും. കൊറേ വെയിറ്റ് ചെയ്തു. പക്ഷെ പുള്ളി നല്ല തിരക്കായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞാൻ തന്നെ അത് പാടി. ഈ ധ്യാനാണെങ്കിൽ ഡേറ്റിന്റെ കേസിൽ ചില ഷൂട്ടിന്റെ പല പരിപാടിയാണ്. അപ്പൊ അന്ന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് ജെയ്ക്സ് ആണോ പാടിയത്? അല്ല, ഞാൻ തന്നെ പാടിയത്. അല്ല, എനിക്ക് അത് ഞാൻ വിനീതും ഈ മലയാളിയുടെ ആൽബത്തിന്റെ സമയത്തൊക്കെ നടക്കുന്ന ടൈമില് ധ്യാൻ അന്ന് പയ്യനാ. ശ്രീനങ്ങളുടെ വീട്ടിലൊക്കെ പോവാം. അപ്പം ഞാൻ ആലോചിക്കുമ്പം ഇറ്റ്സ് സോ ഹാപ്പി ടു സീ ഇപ്പൊ ധ്യാൻ ഇപ്പൊ ഈ ഒരു പൊസിഷൻ. ധ്യാന്റെ അന്നും പുള്ളി നല്ല ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും, ഭയങ്കര ഒരു മറയില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ഹാപ്പി. ഇപ്പൊ ധ്യാന്റെ കൂടെ ഫസ്റ്റ് പടം എനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എസ് എൻ സ്വാമി സാറിന്റെ ഒരു സിനിമയും ചെയ്യുന്നുണ്ട്. അത് ധ്യാനാണ് നായകൻ. ഹാപ്പി ഫോർ വെരീസ്. ഇപ്പൊ ധ്യാനിനെ പറ്റി പറയുമ്പോൾ ധ്യാനിന്റെ ഇന്റർവ്യൂ നമ്മളെല്ലാരും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുമ്പോൾ റിയൽ ലൈഫിലും ഈ ധ്യാൻ തന്നെയാണോ? റിയൽ ലൈഫിൽ ധ്യാൻ ആക്ച്വലി ഭയങ്കര ഓപ്പൺ ആണ്. പിന്നെ എനിക്ക് തോന്നിയത് ധ്യാൻ എല്ലാവരും ഒരു ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഈസ് എ റിയൽ സ്റ്റാർ. അത് ബേസിക്കലി ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും. കാര്യം പുള്ളി കൊണ്ടുവരുന്ന സെറ്റിലേക്ക് കൊണ്ടുവരുന്ന ഓറ ഭയങ്കര വ്യത്യാസമാണ്. അത് ഞാൻ പറയുന്നത് എന്റെ സെറ്റിൽ മാത്രമല്ല, ഞാൻ ഏത് സെറ്റിൽ നമുക്ക് ഈ ചെറിയ സിനിമ വലിയ സിനിമ എന്നുള്ള സിനിമയ്ക്ക് ഒരൊറ്റ ലേബിളുടെ സിനിമ ഏത് സിനിമയിൽ എത്തുമ്പോഴും ഒരേ സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാൻ വരുന്ന ഇന്ന ആള് വലിയ ഇന്റർവ്യൂർ ആണ്, അല്ലെങ്കിൽ മറ്റേ ആള് വേറെ, അങ്ങനെയൊന്നും പോലും ധ്യാൻ കാണിക്കുന്നില്ല. സെയിം തിങ് ആണ് സെറ്റിൽ വരുമ്പോൾ ധ്യാൻ വിത്ത് ലോഡ് ഓഫ് എനർജി. അളി എന്താ ചെയ്യണ്ട, ഓർറോ ചാടോ, അത് കിട്ടില്ല. അത് ഭയങ്കര പാടാ. അപ്പൊ ഞാൻ ധ്യാനിന്റെ അടുത്ത് അപ്പൊ ഞാനെന്ന വ്യക്തി അളിയെ സൂക്ഷിക്കണം, ഇനി അടുത്ത പടം ഗംഭീര പടം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ധ്യാൻ എന്റെ പൊന്നളി എന്നെ വെറുതെ വിട്,
അപ്പൊ അതും ജെന്യൂനാ. അതേ സാധനം തന്നെ ഞാൻ ഇന്റർവ്യൂലും പറയുന്നത്. ധ്യാൻ ഇപ്പോഴും വർക്ക് വേണം. ഞാൻ മനസ്സിലായി ഒരു വർക്കഹോളിക് ആളാണ്. അത് ഞാൻ വിനീതന്റെ അടുത്തും ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടി. ധ്യാൻ ഒരു ഗംഭീര വിഷയമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ആവാനിരിക്കുന്നേ ഉള്ളൂ. അത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടു ഗംഭീര പെർഫോമൻസ് ആയിരുന്നില്ല എല്ലാവരും. ധ്യാനും പ്രണവായാലും നിവിനായാലും എല്ലാവരും പൊളിച്ചില്ലേ, അജു. ഞാൻ പറഞ്ഞു ഇതിലും ഇനി ധ്യാന്റെ ഒരു വരട്ടെ, എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. ധ്യാനിനെ മെരുക്കിയെടുക്കാൻ പാടായിരുന്നു സെറ്റില്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ധ്യാൻ ഭയങ്കര, നമുക്ക് ആദ്യം തോന്നും ഇതാണോ ധ്യാൻ, ഭയങ്കര കമ്മിറ്റ്മെന്റ്. അപ്പൊ ശരിക്കും അത് ഉള്ളതാണ്. ധ്യാൻ ഇന്റർവ്യൂവിൽ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നത് അതാ ധ്യാൻ വെക്കുന്ന ഒരു സ്പേസ് ആണ്. അതേ സ്പേസ് തന്നെയാണ് സെറ്റിൽ. ഇതിലെ നിവിൻ പോളിയുടെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും നാളും ക്യൂട്ട് റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കണ്ടിട്ടുള്ള ആളെ വേറൊരു ലുക്കിൽ ഒരു കാപ്പിരി മുടിയൊക്കെ ആയിട്ട് വേറൊരു ഇമേജ് വന്നിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു ചേഞ്ചിന് പിന്നില്? അല്ലെങ്കിൽ എനിക്ക് അത് കണ്ടപ്പോഴേ നല്ല ടെൻഷനായിരുന്നു. അതൊക്കെ ഇവന്റെ ചില കോൾസ് ആണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഇത് പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ജെയ്ക്സ് വൈയുള്ള കണക്ഷൻ അതിതാണ്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ആള് എപ്പോഴും നമ്മള് സൂപ്പറാന്ന് പറയുന്നത് അതാണ്. എനിക്കപ്പോ തോന്നാറ് ലിവിൽ അജുല്ല എടാ നീ കൊലപാസം വരണവാസം. ജെയ്ക്സ് ടോട്ടൽ എക്സ്ട്രീമാണ്. ഞാൻ ഫൈനൽ സിനിമ കൊടുത്താലും ആ സിനിമ ഇത് എന്തുവാടി എന്ന് പറയുന്നത് എനിക്ക് എനിക്കൊരു വലിയൊരു പ്രശ്നമാണ്. സ്ക്രിപ്റ്റ് കേട്ടാൽ ഇപ്പൊ ഒന്നും പിടിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചെയ്ത് വരുമ്പോ ഉണ്ടല്ലോ ഒരു അതൊക്കെ ഡയറക്ടേഴ്സിന്റെ മിടുക്കാട്ടോ. നമ്മൾ സ്ക്രിപ്റ്റ് ലെവലിലാണേലും അല്ലെ ചെയ്ത് വന്നാലും സംഭവം നമ്മൾ ഈ പുച്ചിഷ്ട് അല്ല. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഹെൽപ്പ് ആവുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ജെയ്ക്സാണ്. കാര്യം ജെയ്ക്സിനെ അത് കാണിക്കുമ്പോൾ തന്നെ ജെയ്ക്സ് നെഗറ്റീവ് പറയും, ഇത് എന്തോന്നാടേ. അപ്പൊ ഞാനിപ്പോ ഇവന്റെ ഒരു ലുക്ക് ഞാൻ സെറ്റ് ചെയ്ത കൊള്ളാം പൊളിച്ചെന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്. ജെയ്ക്സ് തുടങ്ങും തെറിയെന്ന് പറയാം. ജെയ്ക്സ് ഇത് എന്തുവാടേ ഇത്. അപ്പത്തെ ജെയ്ക്സ് ടെൻഷൻ ആവും. പക്ഷെ ഈ ടെൻഷൻ ഉണ്ടല്ലോ, ഇതാണ് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഒരു എനർജി. കാര്യം എപ്പോഴും ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴായാലും ഒരു സോങ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഈസി അല്ല. ബേസിക്കലി എനിക്കൊന്നും നമ്മളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ആഗ്രഹിച്ച് വന്നല്ലേ മലയാള സിനിമയിലൊരു ഭാഗമാവുക എന്നുള്ളത്. അപ്പം അത് കിട്ടിയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ജെയ്ക്സ് ആയാലും ഓരോ പാട്ടിലെടുക്കുന്ന എഫേർട്ട് നിസ്സാരമല്ല. ഇപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ജെയ്ക്സ് ഇതെങ്ങനെ നമ്മുടെ പടത്തിന് മാത്രമേ കേട്ടോ. ജെയ്ക്സ് ഇതേപോലെ എനിക്ക് ഓരോ സോങ്സ് അയച്ചു തരും. ചില പാട്ട് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ കൊള്ളാം. അതെല്ലാരും ചെയ്യുന്ന ഒരു ക്വാളിറ്റി അല്ല, അത് ജെയ്ക്സ് ചെയ്യുന്ന ഒരു അത് അല്ല. ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്നിപ്പം പൊതുവെ ടെക്നീഷ്യൻസ് എല്ലാരും വളരെ ക്വാളിറ്റി കോൺഷ്യസ് ആണ്. അവർക്ക് ഡെലിവർ ചെയ്യണം. ദാറ്റ്സ് വൈ ആ ഒരു ബാറ് കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് മലയാളം ഇവിടെ. ഇന്ന് തമിഴ്നാട്ടിൽ ചെന്നാലോ തെലുങ്കിൽ ചെന്നാലോ ഒക്കെ നമുക്ക് മലയാളം മൂവീസ് ആർ ലൈക്ക് ഓൺ എ ഡിഫറെന്റ് ലീഗ്. കാരണം അത് ഓരോരുത്തരും ആ എടുക്കുന്ന ഒന്ന് നമ്മുടെ എക്സ്പോഷർ, പിന്നെ നമ്മള് ഇപ്പൊ ആ ഒരു ടിപ്പിംഗ് പോയിന്റിൽ എത്തി. എനിത്തിങ് ആർക്കും മലയാളത്തിൽ എന്തും ചെയ്യാം. യു ക്യാൻ പുൾ ഇറ്റ് ഓഫ്. ആൾക്കാർ അതിന് പ്രിപ്പയർഡ് ആണെന്നുള്ളതിന്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പം മീഡിയോക്രസിക്ക് ഇവിടെ ഒരു സ്പേസ് ഇല്ല. അതിപ്പോ ഞാനാണല്ലോ ആരാണേലും നെക്സ്റ്റ് ഗൈ ഈസ് ഡൂയിങ് സംതിങ് റിയലി ഗുഡ്. സോ അപ്പം അതുകൊണ്ട് മാത്രമല്ല നമുക്കും ഒരു വിചാരം കാണുമല്ലോ തിയേറ്ററിൽ എന്ത് മൂഡിലാണ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത്. കാരണം സബ് കോൺഷ്യസ്ലി അവർക്ക് അത് പറയാൻ അറിയുന്നെങ്കിലും അവർക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത പടം അപ്പൊ നേരത്തെ റീച്ച് ആയ ഒരു സിനിമയുടെ ഒരു ഫീലിംഗിലായിരിക്കും അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പം സോ വി ആർ ഓൾവേസ് ഇൻക്രീസിങ് ദാറ്റ്. നമ്മുടെ പറ്റാവുന്ന കേപ്പബിലിറ്റീസ് മാക്സിമം ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഇത് മതി, ഇത് ഓക്കെ ആടാന്നുള്ള ആ പൊസിഷൻ എത്തുന്ന തീർന്നു കൂടിയാണ് മതി. അതാ ഞാൻ പറയാം, കൂടെയുള്ള ഏതൊരു ടെക്നീഷ്യനും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ് ടു ഹാവ് നല്ല ക്രിറ്റിസിസം പറയുന്ന ആൾക്കാർ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന സെൻസ് ഉള്ള ആളാണെങ്കിൽ കുറച്ചും കൂടെ ഇന്നത്തേക്ക് അപ്പീൽ ചെയ്യുന്ന ഒരു പടം അല്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ആൽപ്പറമ്പിൽ ഗോപിയുടെ ലുക്ക് അത് ആക്ച്വലി ഞാൻ റോണക്സിന്റെ കൂടെ ഇരുന്ന് ഡിസൈൻ ചെയ്ത് വലിയ ലുക്കൊന്നുമില്ല. എനിക്ക് മാക്സിമം അല്ല ഗോപിയുടെ ലുക്ക് മാക്സിമം എനിക്ക് എത്ര നിവിൻ പോളി നമുക്ക് എപ്പോഴും ഒരു ഭയങ്കരമായിട്ടൊരു സുന്ദരനല്ലേ. അപ്പൊ എനിക്ക് ആ സൗന്ദര്യം കുറച്ചൊന്ന് കട്ടിയുള്ളതല്ലേ. അപ്പൊ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഒരു നാടൻ ക്യാരക്ടറാണ്. അവൻ ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു ഉഴപ്പനാണ്. അപ്പൊ ഈ ഉഴപ്പനെ എത്രത്തോളം പ്ലേസ് ചെയ്യണമെങ്കിൽ മുടി ഭയങ്കര നിവിന്റെ ഭയങ്കര ടോട്ടാലിറ്റി തന്നെ നിവിൻ ഭയങ്കര സുന്ദരനായിട്ടിരിക്കും. അപ്പൊ എനിക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഓപ്ഷൻസിലേക്ക് തന്നോട്ടിരിക്കുക റോളക്സ്. അപ്പൊ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു ഇത് കൊള്ളാം പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ടീച്ചറിൽ കണ്ടില്ലേ വേറെ ഒരു ലുക്ക് ഉണ്ട്. അപ്പൊ ഈ ലുക്കും മാച്ച് ആവണം. ഇറ്റ്സ് ദ സെയിം ഹെയർ, അത് അതേ ഹെയറിന്റെ തന്നെ വേറെ ലുക്ക്. അപ്പൊ ഇതൊക്കെ
അങ്ങനെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്താണ് ഒരു മലയാളി ലുക്ക് കിട്ടുക എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു കണക്റ്റഡ് ആണ്. പിന്നെ അത് പിന്നെ യൂസ്ഡ് ആയി. അതെ 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 അതെനിക്ക് ശരിക്കും കൃഷ്ണ സോങ് ഇറക്കിയപ്പോഴാണ്. പിന്നെ അതിനാണ് ആക്ച്വലി പ്രോമോയിലൂടെ ആക്ച്വലി കണ്ട നിവിൻ അത് നിവിൻ പോളിയാണ്. നിവിന്റെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട് ലുക്കൊക്കെ ഒന്ന് പൊളിക്കണം അല്ലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരെ കാണിക്കുന്നത് നമ്മുടെ ഗോപിയുടെ ലുക്കാണ്. അപ്പൊ അതൊക്കെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ആൾക്കാരെ പതുക്കെ നമുക്ക് ഗോപിയിലോട്ടൊന്ന് എത്തിക്കാൻ വേണ്ടി, നമ്മുടെ ആൽപ്പറമ്പിൽ ഗോപിയിലോട്ട് എത്തിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പം ജനഗണമനയിലാണെങ്കിലും ഒരു ഗംഭീര ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഡിജോ. അപ്പം ഇതിലും പ്രതീക്ഷിക്കാമോ? എന്റെ പൊല്ലോ അടുത്ത ബർത്ത്ഡേയിലോ ആ പിള്ളേരോട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോടാ കാര്യം പറഞ്ഞോട്ടെ. അത് കണ്ട് ഞാൻ പറഞ്ഞില്ലേ ജെയ്ക്സ്. പക്ഷെ ജെയ്ക്സ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എനിക്കറിയാം. ജെയ്ക്സ് ഡിജോ നീ എവിടെയാ അപ്പൊ എന്നിട്ട് പച്ചക്കല്ലേ പൊളിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റോള് ആക്ച്വലി അത് വർക്കായി. നമുക്കൊക്കെ പ്രശ്നം ഇവനുണ്ട് കാണുന്നുണ്ട്, ഡെയിലി കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്ന പരിചയമുള്ള ഒരാൾ പോയി വേറെ ആളായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ശരിക്കും അഭിനയം ഫീൽ ചെയ്യും. പക്ഷെ അറിഞ്ഞൂടാത്തവർക്ക് ചിലപ്പോ അത്ര വൃത്തിയോട് തോന്നില്ലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഗംഭീരം എന്നൊക്കെ പറഞ്ഞു. എന്നോട് വേറെ കസം ബ്രദർ വിളിച്ച് പറഞ്ഞേ മലയാളി ആന്തം കഴിഞ്ഞിട്ട് ജയിച്ചോ ടിച്ചു ഭയങ്കര കോമഡി ടൈമിംഗ് ആണല്ലോ. ഞാൻ ഓക്കേടാ ഞാൻ പറഞ്ഞേക്കാം. ഭയങ്കര കോമഡി ടൈമിംഗ്. ബേസിക്കലി നമ്മള് എനിക്ക് തോന്നുന്നു മ്യൂസിക് ആണ് എന്റെ എല്ലാം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അന്ന് മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ ആഗ്രഹിച്ചാണെന്നുണ്ട്. അപ്പൊ നമുക്കൊരു താളബോധമുണ്ട്. ഈ താളബോധം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ജെയ്ക്സ് ആണെങ്കിലും എല്ലാവർക്കും ഒരു താളബോധമുണ്ട്. ഈവൻ നമ്മുടെ ലിസ്റ്റിനാണെങ്കിലും ഭയങ്കര ഒരു ഭയങ്കര താളം. ഒരു നിവിന് ഷാരിസ് നമുക്ക് എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ താളബോധം ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ പല ഏരിയാസ് വർക്ക്ഔട്ട് ആകാൻ പറ്റും. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ ആ റോളിൽ എന്താ വെച്ചാൽ ഇപ്പൊ ഷാരിസും ഞാൻ ഡിസ്കസ് ചെയ്തപ്പോ അവന്റെ മനസ്സിൽ ഒരു ഓൾഡായിട്ട് ഒരു 10-60 വയസ്സുള്ള ഒരാൾ വന്ന് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ജനഗണമന. അപ്പൊ ഞാൻ ടോട്ടലി അത് ഡിനൈ ചെയ്തു. ഞാൻ പറഞ്ഞു അത് വർക്കാവില്ല. പിന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പിള്ളേരോട് പറയും. ഞാൻ പറഞ്ഞാൽ യൂത്ത് ആയിരിക്കണം പറയണം. അതൊരു പ്രായം ഇച്ചിരി കമ്മിയായിട്ടുള്ള ഒരാൾ വന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കണക്ട് ചെയ്ത്. അപ്പൊ അവൻ പറഞ്ഞു ഫീമെയിൽ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അല്ല ബേസിക്കലി അതുകൊണ്ടല്ലോ കേട്ടോ. പിന്നെ നമ്മള് എനിക്ക് അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയാ ഒരു ക്യാമിയോ റോളിന് വേണ്ടി നമ്മളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും നമ്മൾ ഫൈൻഡ് ചെയ്യപ്പോഴത്തേക്കും വേണ്ട. അപ്പൊ ലിസ്റ്റിനെ അടുത്ത് പറയുമ്പോൾ ലിസ്റ്റും പറയും വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. പിന്നെ നിനക്കത് വേണ്ട. ലിസ്റ്റിനൊരു രക്ഷയില്ല. ലിസ്റ്റിന് അപ്പൊ തന്നെ അത് നമ്മളെ ഈ പറഞ്ഞ ലിസ്റ്റിന്റെ ഒരു ഇതാ കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല പുള്ളിക്ക്. ഭയങ്കര ലിസ്റ്റും ഭയങ്കര ലിസ്റ്റിന് കഥ പോലും ഒരിക്കലും പുള്ളി നോക്കി ആ കിടിലൻ ജൻബിരൊന്നും ആരോട് അറിയില്ല. മിണ്ടിയില്ലെങ്കിൽ തന്നെ ഓക്കെ വർക്കായി. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജനഗണമന കണ്ടിറങ്ങി വരുമ്പോൾ എനിക്കൊന്ന് ലിസ്റ്റിന് അന്നാ കാണുന്നത് ഫസ്റ്റ് ഡേ. ആ ലിസ്റ്റിന് തിയേറ്ററിൽ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ എങ്ങനെയുണ്ട് നമ്മൾ ഭയങ്കര പ്രശ്നം ആടെ അവധ ആടെ മേ ബി ലിസ്റ്റിന്റെ സ്റ്റൈൽ ഓഫ് അതായിരിക്കും. ജനഗണമനയുടെ ഭയങ്കര ലാസ്റ്റ് മിനിറ്റിലോട്ട് പോയി പോസ്റ്റ് പ്രൊഡക്ഷൻ. നമുക്ക് റിലീസ് നാളെ ആണെങ്കിൽ തലേ ദിവസം നമ്മള് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ കണ്ടന്റ്. ഇപ്പൊ പ്രിവ്യൂടെ റിസൾട്ട്സ് വന്നു. ചിലർക്ക് പടം ഭയങ്കര എന്താ പറയാ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇവൻ കരച്ചിലായിരുന്നു ലിറ്ററലി. ടെൻഷനും ഇത് ഒന്നാമത് കണ്ടന്റ് തീർക്കാൻ പറ്റുമെന്നുള്ള ടെൻഷൻ, പിന്നെ പടം വർക്ക്ഔട്ട് ആവുന്നുള്ള ടെൻഷൻ. ഒരുപാട് രാജു ജോർഡനിലാണ്. രാജു സിനിമ കണ്ടത് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങി 2 week കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് നമ്മളെയൊക്കെ അപ്പൊ ഇതൊരു ഭയങ്കര ഒരു ജനഗണമന ഭയങ്കര അതിന്റെ ആ ശരിക്കും ആ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു റിലീഫ് ഭയങ്കര എന്റെ ഏറ്റവും അത്ര ടെൻഷൻ അടിച്ചു. കാരണം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പോയിന്റിൽ രാജുവിന്റെ പോർഷൻ കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ എടുക്കും, ക്ലൈമാക്സ് എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു ഫിയർ ഉണ്ട്. അല്ല ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സിനിമയിൽ നമ്മളെല്ലാവരും സമീപിക്കുന്നത് 100% കോൺഫിഡൻസോടെയാണ്. പക്ഷെ അതല്ല പ്രേക്ഷകർക്ക് അതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര അവർക്ക് ഇതെങ്ങനെ ക്യാച്ച് ആവോ, അവർ കൈയടിക്കുവോ ഇപ്പൊ അത്. പക്ഷെ ഫസ്റ്റ് ഡേ ഇന്റർവൽ സീനില് സുരാജേട്ടന്റെ ഗൺഷോട്ടിന്റെ അവിടെ നമുക്ക് കിട്ടിയ അപ്ലോസിൽ ഞങ്ങൾ ഉറപ്പിച്ചു. അവിടെ ക്ലാപ്സ് വന്നാൽ പടം ഹിറ്റ്. അപ്പൊ അത് വർക്കായി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാണിച്ചു. പക്ഷെ കമ്മിങ് ബാക്ക് ടു ആൽപ്പറമ്പിൽ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയില് ദിസ് ഇസ് എ ട്രിക്കി ഫിലിം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതാ പറയും ഇത് ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരാളുടെ കഥയാണ്. അപ്പൊ
പൂർണ്ണമായിട്ടൊരു കോമഡി ആണോ എന്ന് വെച്ചാൽ കോമഡികളുണ്ട്, ഹ്യൂമർ ഉണ്ട്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എ ലാഫ് റൈറ്റ്. അതാണ് നമ്മൾ അത് എനിക്കത് അതാ ഗോപി സോങ് ഒക്കെ വന്നുകൊണ്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. അതെനിക്ക് 100%. ഇന്ന് ഭയങ്കര റെലവെന്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാറ്റ്സ് ദ മൂവിയുടെ എസൻസ് എന്ന് പറയുന്നത്. ബാക്കി ഗോപി സോങ്ങും മലയാളി ഇവന്റെ ഡിജോയുടെ വേ ഓഫ് പുട്ടിങ് ദാറ്റ് മൂവി അക്രോസ് ആണ്. പക്ഷെ എന്നും വെച്ച് ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര ഓൾ ഔട്ട് സീരിയസ് മൂവി അല്ല, ജനഗണമന ടോണിലെ അല്ല. ബട്ട് അല്ല, അതാ പറഞ്ഞത്, ഇതൊരു ട്രിക്കി സിനിമയാണ്. ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ഫിലിം ടു ക്രാക്ക്. അതാ പറഞ്ഞത്, നമുക്ക് ജനഗണമന എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയാണ്. ഈവൻ ദോ അതിൻ്റെ അകത്ത് കുറേ കോംപ്ലക്സ് ക്യാരക്ടേഴ്സ്, അവരുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് ഒക്കെ വരുന്നത് ഭയങ്കര പാടാണ്. പക്ഷെ അതിലും പാടാണ് മലയാളി ഫ്രം ഇന്ത്യ. അത് ഞാൻ പറയുന്നത് സിനിമയുടെ ഫണ്ണോ ഇതുകൊണ്ടല്ല, ആ സിനിമ അങ്ങനത്തെ ഒരു സ്പേസിംഗ് ആണ്. അതാണ് എനിക്കും പ്രേക്ഷകരെ ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളത്. കാര്യം അവർ ചിലപ്പോൾ നിവിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് ഫൺ പ്രതീക്ഷ വരുന്നവർ ഒന്നും മനസ്സിലാക്കണം. അത് മാത്രമല്ല, ആസ് എ മലയാളി കണ്ടാൽ മോർ ഓഫ് എ കണക്ഷൻ യു വിൽ ഫീൽ. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ മനസ്സിലാക്കട്ടെ സിനിമ. ഇപ്പഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി അറിഞ്ഞില്ല. ഒരു ഗസ്റ്റ് റോൾ പ്രതീക്ഷിക്കാവോ? അല്ല, അപ്പൊ ഞാൻ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് സിനിമയിൽ ഇപ്പൊ ഞാൻ ക്വീനിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അഭിനയം എന്ന് പറയുന്നത് ഒരു ഞാൻ ആസ് എ ഡയറക്ടർ പുള്ളിക്കും കുറച്ച് അഭിനയിക്കാൻ അറിയണം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നമുക്കൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ അതിന്റെ മീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മളൊരു സീൻ പറഞ്ഞിട്ട് അവർ അഭിനയിക്കുന്നില്ല. നമ്മളെല്ലാത്തിനും ഇൻവോൾവ്. ഷോട്ട് വെക്കുന്ന തൊട്ട് ഓരോരുത്തരുടെ കൊറിയോഗ്രാഫി തൊട്ട്. അപ്പം ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ സിനിമ കണ്ടിട്ടൊന്നും. ഇപ്പൊ ജനഗണമനയെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ജനഗണമന 2 എന്ന് വരും. അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ഓൾമോസ്റ്റ് ഞങ്ങള് ആക്ച്വലി രാജുവിനെ കാണാനിരിക്കുകയാണ്. അന്നേരമാണ് രാജു എമ്പുരാന്റെ ഷൂട്ടിനായിട്ട് പോകുന്നത്. രാജുവിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പൊ അത് ഓൾമോസ്റ്റ് നമ്മളൊരു പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇത്രയും സമയം എന്തിനെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഗണമന തന്ന ഓഡിയനാണ്. നമുക്ക് അവരെ ഈസി ആയിട്ട് ഒരു ഫ്രീ ഹിറ്റ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി വെരി കോഷ്യസ് ആൻഡ് ഇറ്റ്സ് എ വെരി അത് വേറൊരു പ്ലേസ്മെന്റിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന. സോ അത് പ്രോപ്പർ സ്ക്രീൻ പ്ലേ വന്നാൽ മാത്രമേ സിനിമയാവും. അപ്പൊ ഇപ്പോൾ അതിന്റെ ഒരു ഏകദേശം ഒരു സ്കെച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഇനി രാജുവിനെയൊക്കെ കണ്ട് നമുക്കത് നെക്സ്റ്റ് ലെവലിലോട്ട് ചെയ്യാം. ഇതിന്റെ പ്രൊമോയിൽ ഇഷ്ടം പോലെ സെൽഫ് ട്രോൾ ഉണ്ടായിരുന്നു, നിവിനെ ട്രോളുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ ആയിരുന്നോ ആള് ഇത് ആദ്യം തന്നെ പറഞ്ഞപ്പോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊമോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു? ഞാൻ നിവിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നിവിൻ ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആക്ടർ ആട്ടോ. ആസ് ഇൻ നമ്മൾ ഓരോരുത്തരെ കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് നമ്മൾ ഓരോ ജനഗണമന കഴിഞ്ഞ് ആടുജീവിതം കാണുമ്പോഴാണ് നമുക്ക് പുള്ളിയുടെ ഓരോരോ റേഞ്ചസ് മനസ്സിലാവും. നിവിനിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നത് എന്തായിരുന്നു, വടക്കൻ സെൽഫി, പ്രേമം, ഇങ്ങനത്തെ കുറച്ചൊരു ഹ്യൂമർ ടൈമിങ് ഗംഭീര. പക്ഷെ എനിക്കും മനസ്സിലായത് ഈ സിനിമയിലൂടെ ഞാൻ പഠിച്ചത് നിവിൻ്റെ ഒരുപാട് ഏരിയാസ് ഭയങ്കര രസമാണ്. ഇമോഷണൽ ഏരിയ ആയിക്കോട്ടെ, ചെറിയ ചെറിയ സറ്റിൽ റിയാക്ഷൻസ് ആയിക്കോട്ടെ, അത് നിവിൻ ഗംഭീരമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അത് അങ്ങനത്തെ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് നിവിൻ, ഹാറ്റ്സ് ഓഫ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ പടത്തിൽ നിവിൻ്റെ അടുത്ത് ഇപ്പം ഈ പ്രോമോൻ്റെ കാര്യം ഞാൻ അവതരിപ്പിച്ചപ്പോൾ നിവിൻ ഇതാണ് എനിക്ക് തന്ന റിയാക്ഷൻ. ബാക്കി നേരെ ഷോട്ട് എടുക്കുമ്പോൾ എന്താ വേണ്ടേ, പുള്ളി റെഡിയാ. എന്നിട്ട് പുള്ളി നമുക്ക് അതിലിടയിൽ ഫസ്റ്റ് പ്രൊമോ ഷൂട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്താ. പുള്ളി എന്നെ ഫോൺ വിളിച്ചിട്ട് ദീപു എന്നുണ്ട്, ദീപിക പെടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നിവിൻ തന്നെ തന്നതാണ്, നിവിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് ദീപു സുഖമാണല്ലേ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നിവിൻ. അപ്പൊ നിവിൻ എന്തിനാ റെഡിയാ, സെൽഫ് റോളാണ് ഇവിടെ ചിപ്സ്. പക്ഷെ ലിവിന്റെ വ്യത്യസ്തം അറിയില്ല, ചിപ്സ് കൊടുക്കും ഷോർട്ട്. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ കാണുമ്പോഴത്തേക്കും ഷോർട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ നിവിന് മറ്റേ ആർട്ടിസ്റ്റുകൾ അത് കട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിലും അവർ കുടിക്കില്ല, അല്ലെങ്കിൽ താഴേക്കും. നിവിൽ ഒരു ഷോർട്ടിന്റെ സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും, അതായത് വാട്ട് എവർ ബീറ്റ്, അതായത് കഴിക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എന്ത് സാധനം കൊടുത്താലും നിവിന് അത് ഷോർട്ടും കഴിയുമ്പോഴും കയ്യില്ല. പറയൂ. നിവിൻ ഭയങ്കര, എനിക്കും ഈ പറഞ്ഞൊരു പുതിയൊരു ഇപ്പൊ നമ്മുടെ ഈ ഗോപി ഇതിലൊക്കെ തന്നെ മലയാളി അവിടെ നാട്ടുംപ്രദേശങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അവരുടെ കൂടെയുള്ള ഒരാളായിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മേക്കിങ്ങിന്റെ അകത്തൊക്കെ എടുക്കുമ്പോൾ നിവിൻ ഇങ്ങനെ ഓരോരുത്തരെ അപ്പച്ചനൊക്കെ എവിടെ വീട് എന്നൊക്കെ പറഞ്ഞ് അവൻ നിവിൻ, അതെല്ലാവർക്കും അങ്ങനെയാണ് നിവിൻ പോളി എന്നൊക്കെ പറയുമ്പോൾ നിവിൻ ഭയങ്കര. അപ്പൊ എനിക്ക് തോന്നുന്നു നിവിന്റെ ആ ജെന്യൂനെസ്സും എന്താ പറയാ, ആ ഒരു ഹമ്പിൾ പരിപാടി ആയിരിക്കാം നിവിനെ ഇപ്പോ ഇങ്ങനെ വന്ന് നിവിൻ പോളി ആക്കിയത്. അപ്പൊ ഈസ്
വരട്ടെ. ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി പരിപാടിയായിട്ടല്ലോ. ചിലർ പറയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആ ഒരു ഫീല് വരുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. എന്താണ് ശരിക്കും ജെയ്ക്സ് ബിജോയ്ക്ക് ആ ഒരു മൂഡ് തരുന്ന ഫാക്ടർ? അല്ല, അഡ്വാൻസ് വാങ്ങിച്ച പടം ഓടൊന്നില്ലാന്ന് കാര്യമില്ല. ഇതൊരു പ്രൊഫഷണൽ വർക്ക് ആയില്ലേ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട വർക്ക് ഇപ്പൊ എവിടെ ഇരുന്നാലും, ഇപ്പൊ ഞാൻ 2-3 ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്നപ്പോ കമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സർട്ടൻ ടൈംസ് ഒരു ചേഞ്ച് ഓഫ് മൂഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ഇതിപ്പം ഒരു ആർട്ടാണല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണല്ലോ. സോ നമ്മുടെ മൈൻഡ് സെറ്റും നമ്മൾ ആ പടത്തിനോടുള്ള ഇഷ്ടവും ആ ഡയറക്ടറോടുള്ള ഒരു താല്പര്യമൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ വരുന്ന ക്രിയേഷനെ. ഓഫ് കോഴ്സ് യാത്രകളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു പ്രത്യേക ടൈമും സ്പേസ് ഒന്നും ഇല്ല. നമ്മളെ ഒരു പാട്ടിന്റെ ഒരു ബീറ്റ് കേൾക്കുക, അല്ലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ട്രാക്കിന്റെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബീറ്റ് പിന്നെയും തിരിച്ച് കേൾക്കുന്ന നല്ല മൂഡുള്ള സമയത്ത് ഒരു പാട്ട് വരും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ആസ് എ പ്രൊഫഷണൽ എനിക്ക് മൂഡ് കിട്ടിയിട്ടില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്തും യു ഹാവ് ടു ഡെലിവർ. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ ആയി. ഇപ്പം ഒരു RR ആണേലും ഒരു ദിവസം വന്ന് ഒരു റീൽ തീർക്കാൻ പറ്റുന്ന ഒരു you have to be prepared for that. എനിക്ക് തോന്നുന്നു ജെയ്ക്സിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ലൈഫിന്റെ പല പല ഡയമെൻഷൻസ് ഒക്കെ. അപ്പൊ പക്ഷെ ജെയ്ക്സ് പ്രൊഫഷണലി ഉള്ള കീപ്പ് ചെയ്യുന്ന ആ ഡെലിവറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ജെയ്ക്സ് ഭയങ്കരമായിട്ട് ജനഗണമന ആയിക്കോട്ടെ, ക്വീൻ ആയിക്കോട്ടെ, മലയാളി ഫിലിമിൻ്റെ അത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല പാട്ടുകൾ ശരിയാണ്, അത് എനിക്ക് ഡെലിവറി ചെയ്യുന്നതിന് 2 മാസം കഴിയുമ്പോൾ തരാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത് കിട്ടേണ്ട സമയത്ത് കിട്ടണം. അത് ഡെലിവറി ചെയ്യാൻ ജെയ്ക്സ് ഭയങ്കരമായിട്ട് അത് നമ്മുടെ ഇവിടെ ഒരു ടീമും ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു ഇപ്പം ഒരു ആസ് എ കമ്പോസർ ഞാൻ ആ ക്രിയേറ്റീവ് വശങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാണ് ഇപ്പം. പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് എഞ്ചിനീയറിംഗ് സൈഡിൽ എനിക്കൊരു നല്ല ടീമുണ്ട്. അത് ഡെലിവറി ചെയ്ത് തിയേറ്ററിലോട്ട് എത്തിച്ച് അത് പ്രോപ്പറായിട്ട് പിന്നെ റിവ്യൂ ചെയ്യാനൊക്കെ ഉള്ള ടീമുണ്ട്. പക്ഷെ ഇതിലോട്ട് വരുന്ന മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്ന പുതിയ ആൾക്കാർക്കാണെങ്കിൽ ഇതിനെ ഒരു വളരെ പ്രൊഫഷണൽ അപ്രോച്ചിലേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ ആർട്ട് ആൻഡ് പ്രൊഫഷൻ. ഇത് എനിക്ക് നേരത്തെ ഉദ്ദേശിച്ച പോലെ അത്ര ഒരു സാങ്കല്പിക എന്താ പറയാ, അങ്ങനെയല്ല. നമുക്ക് ഡെഡ് ലൈൻസ് ഉണ്ട്, നമുക്ക് ഒരു ബിസിനസിന്റെ ഭാഗമാണ് ഡെഡ് ലൈൻസ്, നമ്മള് എല്ലാം ഡെലിവറി ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. സോ അതിനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ പാവപ്പെടുത്തി എടുക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു 4 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു ട്യൂൺ ഇട്ട് തരാൻ പറ്റുമോ? നോക്കട്ടെ, ട്രൈ ചെയ്യാം. ഓക്കെ, എഴുതി തരണോ അതോ? എഴുതി തന്നു. മിഴിനീരണിഞ്ഞ രാത്രിയിൽ മനസ്സാകെ നീറും ഓർമ്മയിൽ ആടിടുന്ന പെൺകിളി പ്രണയഗീതമാർദ്രമായി. എന്താ മിഴിനീരണിഞ്ഞ രാത്രിയിൽ മനസ്സാകെ നീറും ഓർമ്മയിൽ? ആരുടെ ഓർമ്മയില്? പാടിയിടുന്ന പെൺകിളി. അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് എന്താ പറയാ, ഒരു 90s ടച്ചാ. ഇങ്ങനെ പോയാലോ? മിഴിനീരണിഞ്ഞ രാത്രിയിൽ മനസ്സാകെ നീറും ഓർമ്മയിൽ, മിഴിനീരണിഞ്ഞ രാത്രിയിൽ മനസ്സാകെ നീറും ഓർമ്മയിൽ പാടിടുന്നു പെൺകിളി പ്രണയഗീതമാർദ്രമായി, മിഴിനീരണിഞ്ഞ രാത്രിയിൽ. അല്ല, ഇത്ര പെട്ടെന്നല്ലേ? ഇനി നമുക്കൊരു ചെറിയൊരു ഗെയിം ആയാലും, റിയാക്ഷൻ ഗെയിം. അതായത് ഈ ഒരു സിനിമയുടെ പ്രൊമോയും അതുപോലെ തന്നെ പാട്ടുകളുടെ ഒക്കെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞാനിങ്ങനെ പറയും, അതിനെപ്പറ്റി വല്ല ഓർമ്മകളുണ്ടെങ്കിൽ ഓർമ്മ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഇട്ടാൽ മതി. അപ്പൊ ആദ്യത്തത്, ഡിജോ ജോസ് ആന്റണി പൊളിക്കും, ഡയറക്ടർ ഓഫ് ക്വീൻ ആൻഡ് ജനഗണമന. ആൻഡ് ഈ കാണിച്ച സീൻസ് ഒക്കെ പടത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഡിജോ ഈസ് എ ആർട്ട് മൂവി ഡയറക്ടർ ഓൾസോ, ഹി നോ ഹൗ ടു മാർക്കറ്റ് ദി മൂവി. ഒന്നെന്തേലും ഒരു റിയാക്ഷൻ ഇട്ടാ മതി, എന്താ തോന്നുന്നേന്നുള്ളത് ഇത് കേൾക്കുമ്പോ.
അപ്പൊ ഒന്നും പറയണ്ട. റിയാക്ഷൻ റിയാക്ഷൻ ഇപ്പൊ എന്താണ്, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അല്ല അങ്ങനെയല്ല, സിനിമ നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വെച്ചോന്ന് പറയട്ടെ. ഇപ്പൊ ഇത് അല്ലടാ റിയാക്ഷൻ ഇമോജിയാണ് ചോദിക്കുന്നത്. അത് വെച്ച് എന്തെങ്കിലും ഒരിത് പറയാനുണ്ടെങ്കിലും പറയാം. പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയ്ക്കും പല പല സ്ട്രാറ്റജികളാണ് നമ്മളതിന്. ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് ഞാൻ പ്രോമോയ്ക്ക് എന്ന് വെച്ചിരുന്നു. അല്ലാതെ നമ്മള് അതിലുള്ളത് ഇല്ലാത്തൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കൃഷ്ണ സോങ് അത് പടത്തിലുള്ളതാണ്. വേൾഡ് മലയാളി ആന്തം ഇല്ല. അത് പോറെ ആന്തം പേർപ്പസ് നമ്മൾ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ എനിക്ക് 2 ദിവസം ഇവന്റ് വേണം, അത് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഫോർ മലയാളി ആന്തം. അപ്പോൾ പക്ഷെ ഇന്ന് ടീസർ വിട്ടതിലൊക്കെ പടത്തിലുള്ളത് തന്നെയാണ്. അതിലൊന്നും നമ്മൾ മായം കലർത്തിയിട്ടില്ല. ബേസിക്കലി പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമുക്ക് എങ്ങനെ നമ്മൾ സിനിമയെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം അത് കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകർ എക്സൈറ്റഡ് ആവുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര. ഓക്കെ, ഒരു പ്രൊമോ കണ്ട് ഇത്രയും ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ആരോ പറഞ്ഞതുപോലെ ചില ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യാൻ നിവിൻ പോളിക്ക് ഉള്ള ആ ഒരു ടൈമിംഗ് വേറെ ആർക്കും തന്നെ ഇല്ല. ഈഗർലി വെയിറ്റിംഗ്. ആദ്യ സിനിമകളിൽ വിമർശനം നേരിട്ട അനശ്വര മലയാളത്തിന്റെ ഇരുത്തം വന്ന നായികമാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഉർവശി ചേച്ചിക്ക് പടം കിട്ടുന്ന പോലെയാണ് ഇപ്പോൾ അനശ്വരയ്ക്ക്. ഇപ്പം കൃഷ്ണ സോങ്ങിനെ പറ്റിയാണ്. ഈ പാട്ടിൽ കാണിച്ചിരിക്കുന്ന ഓരോ വിഷ്വൽസും ശരിക്കും നന്നായിട്ടുണ്ട്. കോമഡിക്ക് വേണ്ടി ഇത്രയും മനോഹരമായി വിഷ്വൽസ് ഒരുക്കിയ ഡയറക്ടർ ഡിജോ ജോസ് ആന്റണിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി അതുപോലെ തന്നെ വന്ദനം സോങ്സിന്റെ ഒക്കെ ഒരു റെഫറൻസ്. മലയാളം മ്യൂസിക് ഒക്കെ അടിമുടി മാറിയല്ലോ. എന്താ തോന്നുന്നു? അത്രേ ഉള്ളൂ. അല്ല അടിമുടി മാറിയല്ലോ വെച്ചാൽ ഇന്ന് ഓഡിയൻസ് കേൾക്കുന്ന അങ്ങനത്തെ സോങ്സും അങ്ങനത്തെ ആൾക്കാർക്ക് അപ്പീൽ ആവുന്ന ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ മലയാളം മ്യൂസിക്കില് മെലഡി എന്നും നമ്മുടെ ഒരു അടിത്തട്ടിലുണ്ടാവും. നോ ഡൗട്ട്. ബേസ് അതായിരിക്കും. ആ മെലഡിയോട് കൂടിയുള്ള പാട്ടുകൾ ഇനി എനിക്ക് തോന്നുന്നു ഇത് മലയാളിയാന്തത്തിന് വന്ന കമന്റ് ആണ്. എപ്പോഴും സോൾ എന്ന് പറഞ്ഞ സാധനം അതുമായിട്ടുള്ള കളിയില്ല. ഇങ്ങനത്തെ കുറച്ച് പരിഷ്കാരങ്ങൾ എപ്പോഴും എല്ലാ സമയത്തും വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. എക്സ്പെരിമെന്റൽ മ്യൂസിക് അത്രയും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എക്സ്പെരിമെന്റൽ സിനിമ മ്യൂസിക്കിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാവോ അത് ആൾക്കാർ ഗ്രാബ് ചെയ്യുന്നുണ്ട്. It's a good time to be in Malayalam film music. Exactly. Malayalam industry. Yeah. പീൻ ജനഗണമന ഈ പടങ്ങൾ എടുത്ത ഡിജോ നിവിന്റെ ബാക്കും പറഞ്ഞൊരു ഫുൾ കോമഡി ആയ ഒരു പടം എടുക്കാൻ ഒരു ചാൻസും ഇല്ല. സംതിങ് ബിഗ് ഈസ് ദേർ. ഒരു ഡീസന്റ് സിനിമ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈപ്പ് ഒന്നും അല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. രസകരമായ ഒരു നല്ലൊരു സിനിമ പ്രതീക്ഷിക്കാം. സുഷിൻ ശ്യാം ജേക്സ് വിജോയ് ഈസ് ഈക്വൽ ടു ഹെൽത്തി കോമ്പറ്റീഷൻ. അവർ ആക്ച്വലി ഭയങ്കര കൂട്ടാണെന്നോ അല്ലെ? കുറെ വർഷത്തെ പരിചയമാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് ഇൻഡസ്ട്രിയിലോട് വരുന്നത്. 2014 സുഷിൻ തുടങ്ങുന്നത്, 14 ഞാനും തുടങ്ങുന്നത്. ഐ മീൻ ഹെൽത്തി കോമ്പറ്റീഷനുപരി പരസ്പരം ഐ തിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാവും സുഷിൻ ചെയ്യുന്ന വർക്കും. സുഷിനായാലും ഇപ്പം ചെയ്യുന്ന ഓൾമോസ്റ്റ് ഫ്രണ്ടലായിട്ട് മലയാള സിനിമയിൽ ചെയ്യുന്ന എല്ലാവരും, ജസ്റ്റിൻ, വിഷ്ണു, പിന്നെ ഡോൺ, എല്ലാവരും ദേ ആർ ഡൂയിങ്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം മലയാളം ഫിലിം മേക്കേഴ്സ് ആർ ഗിവിംഗ് ദാറ്റ് സ്പേസ്. ആൻഡ് പക്ഷെ സുഷിൻ കുറച്ച് സെലക്റ്റീവായിട്ട് നല്ല ടൈം എടുത്ത് ഓരോ സിനിമകൾ ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ എന്നെ എപ്പോഴും വിളിക്കുന്ന ഈ ഡിസിഷൻ, ഇപ്പം രോമാഞ്ചം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചത്. കാരണം ഞങ്ങൾ അന്ന് ആ സമയത്ത് കുമാരി എന്ന് പറഞ്ഞ സിനിമ ഞാനും ശ്രീജിത്ത് ഞങ്ങളെല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഐ ആം ഹാപ്പി ഫോർ വേ എവറിബഡി ഈസ് ടേക്കിംഗ് മലയാളം മ്യൂസിക്. അത് ഭയങ്കരമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും പുതിയ ആൾക്കാർ വരട്ടെ. എല്ലാവർക്കും ഇവിടെ അവരുടേതായ മ്യൂസിക്കും അവരുടേതായ ആർട്ടിനുള്ള സ്പേസ് ഉണ്ട്. ഇനി എനിക്കില്ലേ, ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടു ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓൾറെഡി പറഞ്ഞു ജേക്സ് ഭായ് എന്നാണ് വിളിക്കുന്നത്, ഭയങ്കര ആരാധിച്ചിരുന്ന ഒരാളാണെന്നൊക്കെ. അപ്പോൾ ആളുടെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമയത്ത് ഭയങ്കര ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരാളുടെ കൂടെ ഈ ഒരു കാര്യം അല്ല, സത്യം പറഞ്ഞ അന്ന് എനിക്ക് അത് ഞാൻ വീണ്ടും റെക്ടിഫൈ ചെയ്യുന്നു. അന്ന് ഭയങ്കര ആരാധനയുടെ ഞാൻ കണ്ടിരുന്ന. അല്ല ഇപ്പൊ കുറഞ്ഞിട്ടൊന്നുമില്ല,
പക്ഷെ ഇപ്പൊ മോർ ഓഫ് എ ബ്രദർ റിലേഷൻ. അപ്പൊ ഞങ്ങള് തമ്മില് എന്നെ പച്ചക്ക് ചീത്ത വിളിക്കും. എന്താ വെച്ചാൽ അങ്ങനെയല്ല, സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഞാൻ ജേക്സ് എങ്ങനെ അറിയാണ്ട് വിളിച്ചാൽ നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മോർ അങ്ങനെയല്ല, നമ്മൾ വേറെ ഒരാളോട് പറയും. ഇപ്പൊ ഇന്റർവ്യൂ വന്നിട്ട് എപ്പോഴും എനിക്ക് അങ്ങനെ വിളിക്കുന്നുണ്ട് പ്രശ്നമാണ്. ഇവനെ ചെറിയ പ്രായം തൊട്ട് അറിയാറുന്നല്ലോ, പെട്ടെന്ന് ജെയ്ക്സ് അത് ശ്രീത്തും പറയും എന്നെ വിളിച്ചിട്ട് അവന് കുറച്ച് കൂടുതൽ. പക്ഷെ ഞാനത് മനഃപൂർവ്വം ചെയ്തില്ല, കാര്യം എനിക്ക് അത്ര സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ജെയ്ക്സ് ഭയങ്കര ജെയ്ക്സ് ഇപ്പൊ പറഞ്ഞു, പക്ഷെ ജെയ്ക്സ് ഭായി ആയിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അല്ല അതാ അവന്റെ ഇപ്പൊ ഞാൻ ഈ സമയത്ത് വേറെ സിനിമകളൊന്നും ചെയ്തില്ല. അതായത് ലാസ്റ്റ് റിലീസ് ചെയ്ത ആന്റണി 4 months, കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് എല്ലാ 2 മാസം ഒരു പടം റിലീസാണ്. അത് മലയാളിക്കുള്ള ഒരു സമയം കൊടുക്കാനും, കാരണം ഇവന്റെ ഒരു സിനിമ ആകുമ്പോൾ നമുക്ക് അത്ര ഒരു എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസും ഒരു ആ ലെവൽ ഇവൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ പെർഫെക്ഷൻ ആ പടത്തിന് കൊടുക്കണം എന്നുണ്ട്. സോ വി ഹവ് ഗിവൺ, ഇനിയിപ്പോ ഓഡിയൻസ് തീരുമാനിക്കട്ടെ അല്ലടാ. അല്ല, നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ ഈ സിനിമയിൽ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ പ്രൊഡ്യൂസർ, പുള്ളി എടുത്ത റിസ്ക് ഈ സിനിമയ്ക്ക് ഇറ്റ്സ് എ ഹ്യൂജ്. അതെന്തുകൊണ്ടാന്നുള്ളത് സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ജേർണി. അപ്പൊ അതിന് ഒരുപാട് ലൊക്കേഷൻസ് ആയാലും അറൌണ്ട് 100 ഡേയ്സോളം ഞങ്ങൾ ഷൂട്ട് ചെയ്ത. അത് ജനമനായാലും വേറായാലും ഒരു പക്ക പ്രൊഡക്ഷൻ ഹൗസ്, എവറിത്തിങ് പടത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ലിസ്റ്റിന് അത് സ്റ്റാർട്ടിങ് ഫ്രം ലിസ്റ്റിൻ, പിന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ റൈറ്റർ ഷാരിസ് മോഹൻ, അവന്റെ 5ാമത്തെ 6ാമത്തെ സിനിമയാണ്. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ 3ാമത്തെ സിനിമ അവൻ ചെറിയൊരു കഥ അവൻ ആർക്കോ പ്ലാൻ ചെയ്തതാണ്. ഞാൻ അതിൽ നിന്ന് തൂക്കി നമ്മളത് ഇങ്ങനെ ആക്കി. അപ്പൊ വീണ്ടും ഷാരിസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ എൻ്റെ DOP സുദീപ് എളവൻ, അവൻ ഒരു DOP ശരിക്കും പറഞ്ഞ ഒരു സിനിമയുടെ കൂടെ ഫുൾ ടൈം നിൽക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവന് ഭ്രാന്താണ്. അത് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പോടേ എന്ന് പറഞ്ഞാലും ഇപ്പം AR മുഹമ്മദാസിന്റെ ശിവകാർത്തികേയന്റെ പടം അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ജനഗണമനയെ ഫുൾ ടൈം അവൻ നിന്ന്, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാൻ 6 മാസം കഴിഞ്ഞ് അടുത്ത പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൻ വീണ്ടും കൂടെ നിന്ന്. അപ്പൊ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ സുദീപിനെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ എൻ്റെ സ്വന്തം നമ്മുടെ ജെയ്ക്സ് ഭായിയും ശ്രീത്തേട്ടൻ എഡിറ്റർ, പിന്നെ എല്ലാവരും. അല്ല, ഡിജോയുടെ കൂടെ ഉള്ള ആ ഫുൾ ടീം ഒരു ഫാമിലി പോലെ ഡിജോ കൊണ്ട് നടക്കുന്നോണ്ടാ. ചില ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു വലിയൊരു കണക്ഷൻ കീപ്പ് ചെയ്യില്ല. ചിലര് ഇപ്പം പ്രൊഡക്ഷൻ ഹൗസിനായാലും ടെക്നീഷ്യൻസിനായാലും ഇവൻ ആ രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു വലിയൊരു ഭാഗമാകുകയാണ് ഈ പടം സക്സസ് ആവണം. ഈ പടത്തിൽ ഇവനിട്ട എഫേർട്ടും എല്ലാവരും ഇട്ട എഫേർട്ടും അത് തിയേറ്ററിൽ പ്രതിഫലിക്കണം എന്നുള്ളത്. ഇതിൽ ഈ പറഞ്ഞ പോലെ എന്നെ വിശ്വസിച്ചപ്പോ നിവിനാണെങ്കിൽ പോലും ഇത്രയും ദിവസം ഒന്നും പറയാതെ നമ്മുടെ കൂടെ നിവിൻ എന്താ ബ്രദർ എന്നുള്ള രീതി തന്നെ നിവിനും ധ്യാനും എല്ലാവരും, അനശ്വരയിലും മഞ്ജു ചേച്ചി സിനിമയിലൊരു ഗംഭീര ഘടകമാണ്. അത് നമ്മള് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, മഞ്ജു ചേച്ചി കിട്ടിലും പെർഫോമർ ആണ്. അപ്പോൾ ഓവറോൾ ആർട്ടിസ്റ്റ് വൈസും പ്രൊഡക്ഷൻ സൈഡിലും എൻ്റെ ടെക്നീഷ്യൻ, എൻ്റെ ഡയറക്ഷൻ ടീം, എല്ലാവരും, റൈറ്റർ എല്ലാം ഒന്നും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും ഒരു എഫേർട്ടാണ് ഈ സിനിമ. ബിക്കോസ് ഇത് ഗോപിയുടെ യാത്രയോടൊപ്പം ഞങ്ങൾ എല്ലാവരും സഞ്ചരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എൻഷുർ ചെയ്തു. ഇറ്റ്സ് എ ലോങ് ജേർണി. ഇത് ഇച്ചിരി ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് സിനിമ. സിനിമയോടൊപ്പം ആസ് എ മലയാളി നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും. പൊതുവെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. പൊതുവെ മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസം. നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമ വ്യാഴാഴ്ചകളിൽ. നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ ബുധനാഴ്ച. ഒരു പുതിയ തുടക്കമാണോ? തുടക്കമാവട്ടെ. അതായത് ഇത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചല്ല. നമുക്ക് അറിയാം നടികർ വെള്ളിയാഴ്ചയാണോ തേഴ്സ്ഡേ ആണോ എന്നറിയില്ല, വെള്ളിയാഴ്ചയാണോ അത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും ഒരു സ്പേസ്, അവരുമായിട്ട് ടോബി നമ്മളായിട്ട് ഭയങ്കര ക്ലോസാണ്. അപ്പോൾ അവരുടെ സിനിമ ഫ്രൈഡേ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ടൈം, ഇറ്റ്സ് നോട്ട് എ ക്ലാഷ്. നമ്മളെല്ലാവരും ഇതേയല്ല, നമുക്ക് എല്ലാവരും വേണം. അപ്പം നമ്മളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് വെനസ്ഡേ അവധിയാണ്. പക്ഷെ അതിലേറെ റിസ്ക് ഉണ്ട്. തേഴ്സ്ഡേ ഇസ് എ വർക്കിംഗ് ഡേ. സ്റ്റിൽ ആ റിസ്ക് എടുക്കാൻ പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആയാലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വെനസ്ഡേ ഓഫ് ഡേ എടുക്കാം. പലർക്കും അറിയില്ല കേട്ടോ ബുധനാഴ്ച റിലീസ് ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ബുധനാഴ്ച May 1 ലോക തൊഴിലാളി ദിനത്തിൽ ഒരു പണിക്കും പോവാത്ത അപ്പൊ ഈ May 1-ാം തീയതി തൊഴിലാളി ദിനത്തില് അപ്പൊ തൊഴിലില്ലാത്ത ഒരാളുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. മലയാളി ഫ്രം ഇന്ത്യ. വൻ സക്സസ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.